السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. അല്ലാഹു നമ്മെ ഇവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അടിയാറുകളിൽ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. ഷാബാനും റമദാനുമൊക്കെ ഏറ്റവും ഉപയോഗപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ അല്ലാഹു നമുക്കും ബന്ധുമിത്രാദികൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. തീരെ സമയമില്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് മുതൽ ഒരു വർഷം എന്നാൽ 12 മാസം. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ. ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പ് മുതൽ ഒരു വർഷം എന്നാൽ 12 മാസം. അതെങ്ങനെ മനസ്സിലാവും? ഋതുഭേദങ്ങൾ വരും, മാറിക്കൊണ്ടിരിക്കും. വസന്തം വരും, പിന്നെ ശിശിരമാകും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ആവർത്തനം വരും. കൃത്യമായി 12 മാസമാകുമ്പോഴേക്ക് അത് ആവർത്തനം വരും. അങ്ങനെയാണ് നമ്മളൊരു വർഷത്തെ 12 മാസമായി കണക്കാക്കുന്നത്. അന്നും ഒരു ദിവസം എന്നാൽ 24 മണിക്കൂർ തന്നെയാണ്. 24 മണിക്കൂർ എന്ന പരിഗണനയുണ്ടോ എന്നത് വേറെ കാര്യം. രാത്രിയാകും, നേരം വെളുക്കും, അപ്പോഴേക്ക് ഒരു ദിവസമാവും എന്നുള്ളത് തീർച്ചയാണ്. അന്നുള്ള ആളുകളൊക്കെ നല്ല മനസ്സമാധാനത്തോടെ ജീവിച്ചു. ഇന്ന് സത്യത്തിൽ സംവിധാനങ്ങളും സൗകര്യങ്ങളും വളരെ കൂടുതൽ. പണ്ടുള്ള ആളുകൾക്കൊരു മരം മുറിക്കണമെങ്കിൽ വലിയ സാഹസമായിരുന്നു. ഇന്ന് അത് കുറഞ്ഞ സമയം കൊണ്ട് സാധ്യമാണ്. മുമ്പെയുള്ള ആളുകൾക്ക് യാത്ര ഏറെ ദുർഘടമായിരുന്നു. ഇന്ന് നിമിഷം കൊണ്ട് നമുക്കത് സാധ്യമാണ്. പക്ഷേ എന്നാലും നമുക്ക് ആർക്കും സമയമില്ലാത്ത, ഒരു നിലയ്ക്കും ക്ഷമയോ സഹനമോ കാണിക്കാൻ പറ്റാത്ത എടുത്തുചാട്ടത്തിൻ്റെയും പൊറുതികേടിൻ്റെയും ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സമാധാനത്തോടുകൂടെ ഒന്നും ഉറങ്ങാൻ സമയമില്ല. അതുകൊണ്ട് ഒൻവിയുടെ കവിതയിലുണ്ട്, ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ദേശത്തിൻ്റെ ശാർങ്ങകപ്പക്ഷികളിൽ മനസ്സമാധാനത്തോടുകൂടെ ഉറങ്ങിയ യാമങ്ങൾ എന്നോ അവസാനിച്ചു പോയെന്ന് പറഞ്ഞ് അദ്ദേഹം അത് തുടങ്ങുന്നത്. അത് നമ്മുടെ സമൂഹം മാറിയത് കൊണ്ടും അതിക്രമങ്ങളും അക്രമങ്ങളും ഏത് നിമിഷവും പ്രതീക്ഷിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടുകൂടെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ കവിതയുടെ അടുത്ത വരികളിൽ ഇനി നമ്മിൽ ഒരാളുടെ ഉറക്കിന് മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിൽക്കണം എന്ന് പറയണത്. ഒരാൾക്ക് മനസ്സമാധാനത്തോടു കൂടെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ മറ്റേയാൾ കാവൽ നിന്നിട്ട് വേണമെന്ന്. വേറെ കുറേ ആളുകൾക്ക് ടെൻഷനാണ്. ടെൻഷൻ എന്ന് വെച്ചാൽ ആവശ്യത്തിനും അല്ലാത്തതിനുമുള്ള ടെൻഷനുകൾ. വേറെ കുറേ ആളുകൾക്ക് ഉള്ള സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കണം എന്നതിനെക്കുറിച്ചുള്ള ആക്രാന്തവും പരാക്രമമാണ്. ഇതിൻ്റെ ഒന്നും ഇടയിൽ ഒരാശ്വാസത്തോടു കൂടെ ഇത്തിരി നേരം ഇരിക്കാനോ ജീവിതം ആസ്വദിക്കാനോ സാധിക്കാത്ത വളരെ ഗതികെട്ടൊരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പണ്ടുള്ള ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് വളരെ കുറവായിരുന്നു. പക്ഷെ അവരുടെ ഇടയിൽ നല്ല ആശ്വാസവും സന്തോഷവും നിലനിന്നിരുന്നു. ഒരു കത്ത് ഗൾഫിലേക്ക് വിട്ട് അതിന് മറുപടി വരുമ്പോഴേക്ക് ചുരുങ്ങിയതൊരു മാസമെങ്കിലും ആവുമായിരുന്നു. എന്നാലും അവരുടെ ജീവിതത്തിൽ തളം കെട്ടി നിന്ന ഒരു ഗംഭീരമായ ബന്ധമുണ്ട്, ഒരു സ്നേഹമുണ്ട്, ഒരു ബഹുമാനമുണ്ട്, ഒരു ആദരവുണ്ട്. തനിക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്ക് വേണ്ടിയുള്ള ദീർഘകാല കാത്തിരിപ്പുണ്ട്. കുറച്ചൊന്നുമല്ല, 6-7 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഗൾഫിൽ നിന്ന് വരാൻ. പക്ഷെ കാത്തിരിക്കും വിശ്വസ്തയോടുകൂടെ. ഇന്ന് ആർക്കും ഒന്നിനും സമയമില്ല. ആർക്കും ആരെയും മാനിക്കാനും ആദരിക്കാനും വയ്യ. അതുകൊണ്ട് കാത്തിരിപ്പ് എന്നൊന്നും പറഞ്ഞാൽ ഇന്ന് സാധ്യമേ അല്ല. അപ്പോഴേക്ക് വേറെ പണി നോക്കിയിട്ടുണ്ടാവും. ഞാൻ ഏതോ ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ഈ കഴിഞ്ഞ വർഷം മാത്രം ഭർത്തൃമതികളാകുന്ന സ്ത്രീകൾ അന്യരോടൊപ്പം ഇറങ്ങിപ്പോയത് 4400 തൊട്ടടുത്താണ് എന്നുള്ളത്. 7 വർഷം കാത്തിരുന്ന് കവിത പാടി, പാട്ടുകൾ പാടി, അപ്രകാരം ഗൾഫ് ഈ പ്രവാസവുമായി ബന്ധപ്പെട്ട പാട്ടുകളൊക്കെ പാടി ദിക്റും സലാത്തുമായി കാത്തിരുന്ന നമ്മുടെ മുൻ തലമുറ ഒരു 2 പതിറ്റാണ്ടപ്പുറം അവരുടെ ജീവിതത്തിൽ എന്തൊരു ആശ്വാസമായിരുന്നു നിലനിന്നത്. അന്ന് ആത്മഹത്യ കേൾക്കാറില്ലായിരുന്നു. അന്ന്
പ്രഷർ കൂടിയിട്ട് അറ്റാക്ക് വരാറില്ലായിരുന്നു. എന്തിന് പ്രഷർ? ജീവിക്കാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സാധിക്കണം, അത്രമാത്രം. അതിനപ്പുറം വലിയ മോഹങ്ങളില്ല. ഇനിയും വാരിക്കൂട്ടണം എന്നുള്ള വിചാരം ആർക്കും ഇല്ല. തൻ്റെ മോനെക്കുറിച്ച് അവൻ ഡോക്ടറായേ പറ്റുള്ളൂ എന്നുള്ള വൈകാരികമായ തീരുമാനം ആരും എടുത്തിട്ടില്ല. എങ്ങനെയെങ്കിലും ഞെക്കി പഴുപ്പിക്കുന്നത് പോലെ അവനൊന്ന് ഡോക്ടറാക്കി കിട്ടണം. അതിനി എത്ര മെനക്കെട്ടാലും കുഴപ്പമില്ല, എത്ര പണം വാരി എറിഞ്ഞാലും കുഴപ്പമില്ല. എന്നിട്ട് ഓരോ എക്സാം വരുന്നതിൻ്റെ മുമ്പുള്ള ടെൻഷൻ, എക്സാമിൻ്റെ അന്നുള്ള ടെൻഷൻ, എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്ന ടെൻഷൻ, ഇങ്ങനൊരു ടെൻഷനൊന്നും ആർക്കും ഇല്ലായിരുന്നു. പക്ഷേ അബ്ദും കൊയ്ത്തുംകടവിൻ്റെ SSLC എന്ന് പറയുന്ന കഥ വായിച്ചിട്ടുണ്ടാവും. നമുക്ക് അന്ന് ഡോക്ടറാവാനൊന്നും കഴിഞ്ഞില്ല, കാരണം സാമ്പത്തികമായി വലിയ ഗുണമൊന്നുമില്ലായിരുന്നു. ഇന്ന് ബിസിനസ്സൊക്കെ ചെയ്ത് ധാരാളം പണമുണ്ട് എൻ്റെ കയ്യിൽ. മോനെങ്കിലും ഒന്ന് ഡോക്ടറാക്കണമെന്ന് കരുതിയപ്പോൾ SSLC പാസ്സായി കിട്ടണ്ടേ, ഇത് 4ാം തവണയാണെന്നാണ് ആ ചെറുകഥയുടെ പ്രമേയം. SSLC ഒന്ന് പാസ്സായി കിട്ടിയിട്ട് വേണ്ട, ഇത് 4ാം തവണയാണ്. കാരണം അവനെ എങ്ങനെയെങ്കിലും ഒന്ന് MBBS എന്ന് ബാക്കിൽ എഴുതി കാണണം. ആ ഒരു സായുജ്യത്തിന് വേണ്ടി ടെൻഷൻ അടിച്ച് പ്രഷർ കയറി പലപ്പോഴും തലച്ചോറിൽ ഈ ഞരമ്പ് പൊട്ടി. അതല്ലാത്ത സന്ദർഭത്തിൽ ശരീരമാസകലം കുഴഞ്ഞുപോയി. ഇത്തരം ഒരു ടെൻഷനുമില്ലാതെ വളരെ മനോഹരമായി അവർ ജീവിച്ചിരുന്നു. പക്ഷികളെപ്പോലെ രാവിലെ ഇറങ്ങിപ്പോകുമ്പോൾ ഒഴിഞ്ഞ വയറാണ്. എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ട് അവർക്ക്. അതുകൊണ്ടാണ് അവർക്ക് ജീവിക്കാനും രാവിലെ അവർക്കും മക്കൾക്കുമൊക്കെ ഉള്ള അന്നം തേടി പുറത്തിറങ്ങാനും കഴിയുന്നത്. അവരങ്ങിങ്ങായി സഞ്ചരിച്ച് ഉറപ്പുള്ള ഭക്ഷണം അവരുടെ മുമ്പിൽ ഒരു ദിവസം പോലും ഇല്ല. പക്ഷെ എന്നാലും അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ആ പ്രതീക്ഷയിൽ അവർ ചലിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവർക്ക് വേണ്ടതും അവരുടെ പറക്കമുറ്റാത്ത മക്കൾക്ക് വേണ്ടതൊക്കെ ശേഖരിച്ച് ദിവസവും അവർ മടങ്ങി വരികയും ചെയ്യും. ജീവിതത്തിലുടനീളം വിശ്വാസികൾ പ്രത്യേകിച്ചും പാലിക്കേണ്ട ഒരു വിശേഷണം, ഒരു സ്വഭാവമാണ് ക്ഷമ, സഹനം എന്നൊക്കെ പറഞ്ഞു. പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ വിശ്വാസത്തിൻ്റെ പൂർണ്ണത പോലും ക്ഷമാശീലം കൈവരുന്നതോടുകൂടെ സംഭവിക്കൂ. അസ്വബുർ നിസ്ഫുൽ ഈമാൻ. ക്ഷമ, സഹനം എന്നാൽ ഈമാനിൻ്റെ പകുതിയാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയത് പകുതിയായി മാറുന്നത്? വിശ്വാസിയായ മനുഷ്യന് സർവശക്തനായ ഒരു ഇലാഹിൽ പ്രതീക്ഷയുണ്ട്. അവൻ്റെ വിശ്വാസം ദൃഢമാകുന്നതോടുകൂടെ അവൻ ക്ഷമാശീലനായിത്തീരും സ്വാഭാവികമായും. എന്തുകൊണ്ടാണ് ക്ഷമ ഇല്ലാതെ പൊറുതികേട് കാണിക്കുന്നത്? പല ജാതി പ്രശ്നങ്ങൾ മനുഷ്യന് സംഭവിക്കുമ്പോൾ, രോഗം, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ഇങ്ങനെ കുറേ സംഗതികൾ, നമ്മൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സംഗതികൾ. യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അത് പടച്ച റബ്ബിൽ ഏൽപ്പിക്കും. അപ്പോൾ അവൻ്റെ വിശ്വാസത്തിന് മൂർച്ച കൂടും. സ്വാഭാവികമായും അവൻ ക്ഷമാശീലനായി മാറും. അസ്വബറു നിസ്ഫുൽ ഈമാൻ. ഓരോയിടത്തും നമ്മൾ സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പൈസ കുറച്ച് കുറയാന്നുള്ളതാണ്. അത് നമുക്ക് വിസ്തരിച്ച് തന്നെ പറയേണ്ടതാണ്. പക്ഷേ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരുത്തൻ ക്ഷമ കാണിക്കും. എൻ്റെ പൈസ കുറച്ച് കുറഞ്ഞോട്ടെ, കുഴപ്പമില്ല, പാവപ്പെട്ട മനുഷ്യന് അർഹതപ്പെട്ടതാണിത്, ഞാൻ കൊടുത്തേക്കണം എന്ന് കരുതും. അപ്പോൾ അവൻ വിശ്വാസിയായിത്തീരും. നിസ്ഫുൽ ഈമാൻ, വിശ്വാസത്തിൻ്റെ അർദ്ധഭാഗം അവൻ സ്വായത്തമാക്കും. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സഹനവും ക്ഷമയും വേണ്ടതാണ്. ക്ഷമയുണ്ടോ അവൻ എഴുന്നേറ്റിരിക്കും. അങ്ങനെ വരുമ്പോൾ അവൻ്റെ വിശ്വാസത്തിൻ്റെ അർദ്ധഭാഗം പൂർണ്ണമാകും. അസ്വബറു നിസ്ഫുൽ ഈമാൻ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്ഷമ അവൻ്റെ ജീവിതത്തിൽ നിത്യമായി സംഭവിക്കേണ്ടതാണ്. വിശ്വാസപേരുള്ളവർ ആത്മഹത്യ ചെയ്യുന്ന റിപ്പോർട്ടുകൾ കേൾക്കുക. ഒരിക്കലും സാധിക്കാത്തതാണത്. സർവശക്തനാകുന്ന അള്ളാഹുവിൽ എല്ലാം ഫലമേൽപ്പിക്കുന്ന ഒരാൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല. പക്ഷെ ഇന്ന് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എടുത്തുചാട്ടം തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഉജ്ലത്തു മിനശ് ശൈത്വാൻ. എടുത്തുചാട്ടം എന്നാൽ പൈശാചികമാണ്. സഹനപൂർവം, ക്ഷമാപൂർവം, അവധാനതയോടുകൂടെ, കാര്യഗൗരവത്തോടുകൂടെ വിഷയങ്ങളെ സമീപിക്കുന്നത് വിശ്വാസിയുടെ ലക്ഷണമാണ്. അത് നല്ല വിശേഷണമാണ്. നേരെ മറിച്ച് എടുത്തുചാട്ടം, ഒരൊറ്റ പ്രകോപനം, ഒരൊറ്റ പ്രഖ്യാപനം, അതുകൊണ്ട് സംഭവിക്കുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്ക് ഈ അനർത്ഥം ലോകം വ്യാപിച്ചിട്ടുണ്ടാവും.
നമ്മൾ ആലോചിച്ച് നോക്കൂ, ഭാര്യയുമായുള്ള ഡീലിങ്ങിനിടയിൽ എന്തെങ്കിലും ഒരു ചെറിയ വിഷമം ഉണ്ടാകുമ്പോഴേക്ക് എടുത്ത് 300, 300, 3000 ഒക്കെ തലാക്ക് വീശണവരുണ്ട്. ഒരു നിമിഷത്തെ എടുത്ത് ചാട്ടം, അതോടുകൂടെ കഴിഞ്ഞു, അവനും അവളുമായുള്ള ബന്ധം കഴിഞ്ഞു. ഇനി ആ ദേഷ്യം പിടിച്ച് ചെയ്തതാണ്, വേറെന്തെങ്കിലും മാർഗമുണ്ടോ? ഇന്ന മൗലവി പറഞ്ഞായിരുന്നു 3 ചെല്ലിയ വന്നേ ആവുള്ളൂ. ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല, ഇതിനൊന്നും ഒരു പ്രസക്തിയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മറന്ന് അറിയാതെ കുത്തിപ്പോയതാണ്, അതുകൊണ്ട് വയറ് പൊളിയാതിരിക്കൂല. ഞാൻ അറിയാതെയായിരുന്നു അത് എന്നത് ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. ദേഷ്യം പിടിച്ചിട്ട് തലാക്കല്ല ചെല്ലേണ്ടത്. ദേഷ്യം പിടിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് മതം പറയുന്നുണ്ട്. ഒതെടുക്കണം, ബാങ്ക് കൊടുക്കണം, അങ്ങനെ കുറേ സംഗതികളുണ്ട്. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഒരു 3-ാം കക്ഷി ഇടപെടിക്കേണ്ടി വരും. എടുത്തു ചാടി 300, 300 തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെങ്ങനെ നടക്കുക ഒരു വീണ്ടും വിചാരം വരുമ്പോൾ? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അസ്വബറു ഇൻദ സുദുമത്തിൽ ഊല, 1-ാം ഘട്ടത്തിലാണ് ക്ഷമ പാലിക്കേണ്ടത്. മരിച്ച സങ്കടത്താൽ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് പൊട്ടിക്കരഞ്ഞ് പൊറുതുകേട് കാണിച്ച് നെഞ്ചത്തുള്ള ഡ്രസ്സൊക്കെ പറിച്ച് മണ്ണ് വാരി എറിയുന്ന ഒരു സഹോദരിയെ യാദൃച്ഛികമായി കണ്ടപ്പോൾ ആ ശ്മശാനത്തിലെ ദുഃഖപുത്രിയോട് മുത്തറസൂൽ ക്ഷമിക്കാൻ പറഞ്ഞു. ഇത് റസൂലാന്നറിയില്ലായിരുന്നു. അവര് കയർത്ത് സംസാരിച്ചു. പിന്നെയാണ് ആരോ ബോധ്യപ്പെടുത്തിയിട്ടോ മറ്റോ അത് റസൂലായിരുന്നു എന്ന് ആ സഹോദരിക്ക് മനസ്സിലാവണത്. അവര് വിഷമത്തോടുകൂടെ കുറ്റബോധത്തോടുകൂടെ റസൂലിനെ സമീപിക്കുന്നുണ്ട്. എനിക്കത് അറിയാതെ പറഞ്ഞു പോയതാണെന്നൊക്കെ അവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. റസൂലുള്ളാഹി അത് അംഗീകരിച്ചു. പക്ഷേ അവരോട് നടത്തിയ ഒരു ഉപദേശം അസ്വബറു ഇൻദ സ്വദുമത്തിൽ ഊല, ക്ഷമ കാണിക്കേണ്ടത് 1-ാം ഘട്ടത്തിൽ. എടുത്തു ചാടി വല്ലതും പ്രവർത്തിച്ച് അല്ലെങ്കിൽ വല്ലതും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നെ സോറി എന്ന് പറഞ്ഞു വരലല്ല പ്രധാനമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഉടനീളം ഈ ഒരു സഹനശീലം അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? സമ്പൂർണ്ണമായി പരാജയപ്പെടും. മിനിഞ്ഞാന്നാണ് ഞാൻ നമ്മുടെ ഈ പരിസരത്തു കൂടെ യാത്ര പോകുമ്പോൾ എൻ്റെ നേരെ മുന്നേ നിന്ന് അപ്പുറത്തുനിന്ന് ഒരു ലോറി ഇങ്ങനെ മാർക്കറ്റിൽ നിന്ന് തിരിയുമ്പോഴേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് സ്കൂട്ടി മുന്നിലേക്ക് ഓടിക്കുന്ന ഒരു പയ്യനെ കണ്ടത്. അപ്പുറത്തുനിന്ന് സ്കൂട്ടി വരുന്ന ഞാൻ കാണുന്നുണ്ട്, മൂപ്പർക്ക് കാണുന്നില്ല. ലോറിയുടെ മറവിൽ ഇതേ ഇടിച്ചോട്ടോ എന്ന് കരുതിയിട്ട് ഞാൻ ഉറക്കം ഓണടിച്ചു അവൻ പോകാതിരിക്കാൻ. അവൻ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയെന്ന് എനിക്ക് സംശയം. കാര്യം ഞാൻ കയറാൻ ശ്രമിക്കുകയാണോ എന്ന് കരുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തു മൂപ്പരാണ്. നേരെ പോയി ഇടിച്ചത് ഞാനാ കരുതിയ സ്കൂട്ടിയിൽ തന്നെ. ആ സ്കൂട്ടി നിയന്ത്രണം വിട്ടിട്ട് വേറൊരാളുടെ സ്കൂട്ടിയിൽ 6 പേരിങ്ങനെ വീണ് കിടക്കുന്നതാണ് എൻ്റെ നേരെ മുമ്പിൽ ഞാൻ കാണുന്നത്. എന്താ അവിടെ ചെയ്യേണ്ടത്? നമ്മൾ അപ്പുറത്ത് തീരെ കാഴ്ച കിട്ടാത്തൊരു സമയത്ത് ലോറി ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ലോറി പോണതിൻ്റെ മുമ്പ് എടുക്കണമെന്ന് കാണിക്കുന്നിടത്ത് തോറ്റു. ഇത്തിരി നേരം ഒരു 4 സെക്കൻഡ് ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ പിന്നീടുണ്ടായ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതെ സംഭവിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എടുത്തു ചാട്ടം. ചെറുപ്പക്കാരിങ്ങനെ വണ്ടികളുടെ മുമ്പിലൂടെ കബഡി കളിച്ച് പോകണം നമ്മൾ കാണാം, ബൈക്കുമായിട്ട് സ്കൂട്ടിയായിട്ട്. കുറേ കൂടി കഴിഞ്ഞ് നമ്മളടുത്തുമ്പോൾ കാണാൻ വെറുതെ ഇരുന്നിട്ട് അങ്ങനെ ഫോം വിളിക്കണം സ്കൂട്ടി മച്ചാരിയിട്ട്. ഇതിനു വേണ്ടിയായിരുന്നു ഈ ഓടിയത് നമുക്ക് സംശയം തോന്നുന്നു. ഓന്തൊക്കെ കണ്ടിട്ടില്ലേ? തലപൊക്കി വാല് പൊക്കിയിട്ടൊരൊറ്റോട്ട ഭയങ്കരം. എന്തോ ഒരു മഹാപ്രശ്നമുണ്ട്. ഫയർഫോഴ്സ് പോണ മതിരെ പോണേ നമുക്ക് തോന്നിപ്പോവും. കുറച്ച് കഴിഞ്ഞാൽ വേലുമ കയറിയൊരു കടത്തം. ഇതിനായിരുന്നു ഇത്ര ബേജാറ് പിടിച്ചത് നമുക്ക് തോന്നും. ഇപ്രകാരം തന്നെ ഓന്തിൻ്റെ ഓട്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ മൊത്തം. ക്ഷമ എന്ന് പറയുന്നതിനെ കുറിച്ച് അവർക്ക് ആലോചന പോലും. അതുകൊണ്ടാണ് എടുത്തുചാട്ടം. അതുകൊണ്ടാണ് 4ഉം 5ഉം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തന്നേക്കാൾ ജൂനിയറായ കുട്ടിയെ സ്വകാര്യമായി വിളിച്ചു കൊണ്ടുവന്ന് പൊന്തക്കാടിൻ്റെയും പഴയ കെട്ടിടങ്ങളുടെയും മറവിൽ വെച്ചിട്ട് ഇടിച്ചു നിരത്തുന്നത്, ഉള്ളു കലക്കുന്നത്, കുനിച്ചു നിർത്തിയിട്ട് 4ഉം 5ഉം പേർ ചേർന്നിട്ട് മുട്ടുകൈ കൊണ്ട് ആഞ്ഞിടിക്കുന്നത്. അതേസമയം തന്നെ മറ്റു ചില ആളുകൾ മുട്ടുകാല് കൊണ്ട് വയറിന് ശക്തമായി പ്രഹരിക്കുന്നത്, മുഖത്ത് ചെരുപ്പിട്ട് ചവിട്ടണത്, വലിയ വടി കൊണ്ട് മുഖത്തടിക്കണത്. ചിലപ്പോൾ പ്രകോപനം ഈ കുട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ആ പ്രകോപനത്തെ എങ്ങനെ മനഃശാസ്ത്രപരമായി, എങ്ങനെ ആത്മീയമായി, എങ്ങനെ ധാർമ്മികമായി, എങ്ങനെ സൗഹൃദപരമായി നേരിടണം എന്നതിനെ കുറിച്ചുള്ള പാഠമേ ഇല്ല. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ ഇറങ്ങണില്ല. സിനിമയും സീരിയലും നമ്മുടെ മക്കൾക്ക് നൽകുന്ന സന്ദേശം എടുത്തു ചാടണം, വെട്ടണം, കൊല്ലണം എന്നാണ്. ആയിരക്കണക്കിന് ആളുകളെ അടിച്ചു നിരത്തിയിട്ട് തൻ്റെ കാര്യം നേടണം എന്നാണ്. അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞതല്ലാത്ത നേരെ മുന്നത്തെ ന്യൂ ഇയറിൽ
14കാരനാകുന്ന ഒരുത്തൻ 21 വയസ്സുള്ള ഒരു യുവാവിനെ കുത്തിക്കൊന്നത്. ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു പെൺകുട്ടിയുടെ കയ്യും പിടിച്ച് അവൻ പൊന്തയുടെ അടുത്തേക്ക് പോവാണ്, പൊന്തയുടെ ഉള്ളിലേക്ക്. സ്വാഭാവികമായും ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, എങ്ങോട്ട് അവളെ കൊണ്ടുപോകുന്നത്? അതിന് മറുപടി പേനക്കത്തി കൊണ്ട് ഹരിശ്രീ കുറിച്ചായിരുന്നു. അങ്ങനെയാണല്ലോ പാട്ടിൽ സിനിമ പഠിപ്പിച്ചത്. പേനക്കത്തി കൊണ്ട് ഹരിശ്രീ കുടിച്ചു, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ചു അവർ. ആ യുവാവിൻ്റെ നെഞ്ചിലേക്ക് ചങ്ങാതി കത്തി ഊരിയിട്ട് 4 കുത്തി അയാൾ അവിടെ കടന്ന് ന്യൂ ഇയറിൻ്റെ അന്ന് മരണപ്പെട്ടു. അതേക്കുറിച്ച് ചില പത്രമാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തു. അസമയത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ മൊത്തം വയലന്റ് ആകാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സിനിമയായിട്ടല്ല, മിക്ക സിനിമയും അങ്ങനെയാണെന്നാണ് ആ വിഷയത്തിലുള്ള നിരൂപകന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടി പോലും കൈയിങ്ങനെ മുറുക്കി പിടിച്ചിട്ട് പഞ്ച് ചെയ്യാനുള്ള ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ പേന തമാശക്കൊന്ന് അടുത്ത കുട്ടി എടുത്ത് കഴിയുമ്പോഴേക്ക് ഇടി കഴിഞ്ഞു. പണ്ടത്തെ സൗഹൃദങ്ങളൊന്നും ഇപ്പല്ലേ, ആർക്കും ആരെയും മാനിക്കാൻ സംവിധാനവും സൗകര്യവുമില്ല. അവരെങ്ങനെ പിരികയറ്റിക്കൊണ്ടിരിക്കുക, എങ്ങനെ വയലൻ്റ് ആവണം എന്നത് സീരിയലും സിനിമയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്രകാരം തന്നെ ഗെയിമുകൾ ഇടിച്ചിടുന്നതാണ് മിക്ക ഗെയിമും. വെടിവെച്ച് വീഴ്ത്തുന്നതാണ് നമ്മുടെ കുട്ടികൾ ആസ്വദിക്കുന്ന ഗെയിമുകൾ മുഴുവനും. എങ്ങനെയാണ് ശത്രുവിനെ വെടിവെച്ചിടുന്നത്, എങ്ങനെയാണ് അവനെ ഇടിച്ചിടുന്നത്, എങ്ങനെയാണ് അവൻ്റെ വീടും സംവിധാനവും തകർക്കുന്നത്, ഇതാണ് ഗെയിമിൽ നിന്ന് കുട്ടികളുടെ മനസ്സ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഇത്തിരി നേരം ക്ഷമിക്കുക എന്നതിനെക്കുറിച്ച് അവർക്ക് ആലോചിക്കാനേ വയ്യ. പരിശുദ്ധ ഖുർആനിൽ ഉടനീളം നമ്മുടെ വിജയത്തിൻ്റെ മാനദണ്ഡമായി പല സന്ദർഭങ്ങളിലും ഈ ക്ഷമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വസ്ബിർ അലാ മാ യഖൂലൂൻ, അവർ പറയുന്ന കാര്യങ്ങളിൽ അങ്ങ് ക്ഷമ കാണിക്കണം. സ്ഥിരമായി നമ്മൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണിത്. നമ്മളെക്കുറിച്ച് ആരോ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കി, അപ്പോഴേ എടുത്തു ചാടി. നമ്മുടെ ഭാര്യയെക്കുറിച്ച് ഗൾഫിലുള്ള നമുക്ക് എന്തോ ഒരു മെസ്സേജ് വന്നു, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എടുത്തു ചാടി തലാക്ക് ഫുള്ള് കൊടുത്തയച്ചു. അവർ പറയുന്നത്, ശത്രുക്കൾ ആരാണെങ്കിലും അവർ, ആ വിഷയത്തിൽ നിങ്ങൾ ക്ഷമ കാണിക്കണം. എന്നിട്ടോ ഈ ക്ഷമ വിജയപൂർണമാവാനും ജീവിതം ലക്ഷ്യത്തിലെത്താനും വസബ്ബിഹ ബിഹംദി റബ്ബിക്, റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം, തസ്ബീഹ് ചൊല്ലണം. ഖബ്ല തുലൂഇ ശംസി വ ഖബ്ലൽ ഖുറൂബ്, പ്രഭാതത്തിലും പ്രദോഷത്തിലും. മനസ്സിന് നല്ലൊരു ശാന്തത ഉണ്ടാകുന്ന സമയമാണത് പ്രഭാതം. സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് നമ്മളെക്കുറിച്ച് നടത്തുന്ന ആരോപണങ്ങൾ, നമ്മൾ സത്യസന്ധരാണ് എങ്കിൽ ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുന്നതിൻ്റെ മുമ്പ് പടച്ച റബ്ബിൻ്റെ മുന്നിലേക്ക് മടങ്ങുക. അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയെക്കുറിച്ച് കേട്ട ആരോപണം നമുക്ക് മെസ്സേജ് വന്നതാണ്, ആരാന്നറിയില്ല, പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നാണ്. പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നൊരു വാക്ക് വരുമ്പോഴേക്ക് ഇതുവരെയും നമുക്ക് വേണ്ടി ക്ഷമിച്ച ആ സ്ത്രീയെ 100ഉം 150ഉം തലാക്ക് ചൊല്ലി വിടണമെന്നുള്ളതിനെ കുറിച്ച് അവധാനതാപൂർവ്വം ആലോചിക്കണം. ഇതാണ് ക്ഷമ. അപ്പൊ അവരെന്തൊക്കെയോ പറയും, ആ പറയുന്നതിന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ, പക്ഷെ എടുത്തു ചാട്ടം വരുത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഖാഫിന്റെ 39-ാമത്തെ ആയത്താണ് ഞാൻ പരാമർശിച്ചത്. അതേ പ്രകാരം വസ്ബിർ ലിഹുക്മി റബ്ബിക്, അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നിടത്ത് നിങ്ങൾ ക്ഷമിക്കണം. നിസ്കരിക്കുന്നിടത്ത് ക്ഷമിക്കണം. ജോലിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ ക്ഷമ വേണം. പന്തളിക്കുന്നതിൻ്റെ ഇടയിൽ അസർ വാങ്ങി കൊടുക്കുന്നു, നിസ്കരിക്കാൻ പോരണമെന്നുണ്ടെങ്കിൽ ശരിക്കും ക്ഷമിക്കണം. അള്ളാഹുവിൻ്റെ ഹുക്കുമിന് നിങ്ങൾ ക്ഷമിക്കണം. വലാ തകുങ്ക സാഹിബുൽ ഹൂത്ത് ഇദ് നാദാ വഹുവ മക്ലൂം. സാഹിബുൽ ഹൂത്ത്, നീനുവയിലെ പ്രവാചകൻ യൂനുസ് ബിൻ മത്ത, അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ പോലെ നിങ്ങൾ ആവരുത്. ദീർഘകാലം പ്രബോധനം നടത്തി, വിവിധ രീതിയിൽ മഹാനുഭാവൻ തൻ്റെ സമൂഹത്തെ സമീപിച്ചു. പക്ഷെ ആരും തന്നെ അവിടുത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവസാനം അവർ കൊല്ലാനുള്ള തീരുമാനമെടുത്തു. അസമയത്ത് ഈ നാട്ടുകാർ നന്നായില്ലെങ്കിലും വേറെ സ്ഥലത്ത് പോയി ദഅവത്ത് നടത്തിയാൽ അവരെങ്ങാനും നന്നായെങ്കിലോ എന്നോർത്ത് പടച്ച റബ്ബിൻ്റെ കൽപ്പന വരുന്നതിൻ്റെ മുമ്പ് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലിലേറി മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോയി. അള്ളാഹുവിൻ്റെ തീരുമാനം വരാതെ അങ്ങനെ ഒരു യാത്ര അവിടുന്ന് പ്ലാൻ ചെയ്തതിൻ്റെ ഫലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. നമുക്കറിയാവുന്നതുപോലെ കടലിലെറിയപ്പെട്ടു, മത്സ്യത്തിൻ്റെ വയറ്റിലായി. അവസാനം ലൗലാ കാന മിനൽ മുസബ്ബിഹീൻ, ബഹുമാനപ്പെട്ടവർ വളരെ ആർദ്രതയോടുകൂടെ പടച്ച റബ്ബിൻ്റെ തസ്ബീഹ് ചൊല്ലിയ കാരണത്താൽ ആ മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു.
ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്ക്, ഒരു തെറ്റ് ചെയ്തൊന്നുമല്ല മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നേരെ മറിച്ച് വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തിട്ടും തീരെ ഫലം കാണാത്തൊരു സമൂഹത്തിൽ നിന്ന് ഇത് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ടീം ഉണ്ടാവുമായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോവാണ്. അലസത കാണിക്കാനല്ല, കുറച്ചുകൂടെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ, നിഷേധിയാവാനല്ല, നേരെ മറിച്ച് താൻ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം സമ്പൂർണമായി വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ. പക്ഷെ പ്രവാചകരായതുകൊണ്ട് പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ആവണമായിരുന്നു ആ പോക്ക്. അതുകൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ടു. പരീക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ യൂനുസ് നബിയുടെ ചരിത്രത്തിന് പിൽക്കാലത്തൊരു ബന്ധമുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്തിന് വേണ്ടി ത്വായിഫിലേക്ക് പോകുന്നു. തൻ്റെ അമ്മാവന്മാരുടെ നാടാണ്, ആരെങ്കിലുമൊക്കെ സഹായിച്ചേക്കും, കൂടെ നിന്നേക്കും എന്ന പ്രതീക്ഷ കൊണ്ട്. പക്ഷെ അവരതിലേറെ ക്രൂരമായി പെരുമാറി. മക്കക്കാർ ചെയ്തതിലേറെ അവർ പീഡിപ്പിച്ചു, അങ്ങാടിപ്പിള്ളേരെ ഏൽപ്പിച്ചു. തായിഫിൻ്റെ തെരുവീതിയിലൂടെ ഷറഫാക്കപ്പെട്ട റസൂൽ തങ്ങളുടെ ശരീരം അവർ വലിച്ചിഴച്ചു, കഷ്ടപ്പെടുത്തി, കല്ലെറിഞ്ഞു. അവിടുത്തെ തലയ്ക്കും കാലിനുമൊക്കെ മുറിവ് പറ്റിയിട്ട് രക്തമൊഴുകിക്കൊണ്ടേയിരുന്നു. ലോകത്തിൻ്റെ നായകർ ആ പിള്ളേരുടെ ശ്രദ്ധയിൽ നിന്ന് ഇത്തിരി ഒന്ന് മാറാൻ കഴിഞ്ഞപ്പോൾ ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്ന് അവശനായതുകൊണ്ട് ഒരു ഈത്തപ്പനയിൽ ചാരിയിരുന്നു. ആ തോട്ടം നോക്കുന്ന ആളുണ്ടായിരുന്നു, അദ്ദാസ് എന്ന് പറയുന്ന ജൂതൻ. അദ്ദേഹം ഇങ്ങനെ രക്തത്തിൽ കുളിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ വന്നു. കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു. അസമയത്ത് നിങ്ങൾ ഏത് നാട്ടുകാരനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നീനുവക്കാരനാണ്. അല്ലാഹുവിൻ്റെ റസൂൽ അപ്പോഴേ പ്രതികരിച്ചു, നീനുവ എൻ്റെ സഹോദരൻ യൂനുസ് ബിൻ മത്തായിയുടെ നാട്. അദ്ദാസ് അത്ഭുതപ്പെട്ടു. ഈ നാട്ടിലൊരു മനുഷ്യനറിയില്ല ആ ഒരു സംഭവം. നീനുവയിലെ പ്രവാചകൻ യൂനുസ് ബിൻ മത്തായെക്കുറിച്ച് ഈ നാട്ടുകാർക്ക് ആർക്കും അറിയില്ലേ. പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യൻ അത് പ്രഖ്യാപിച്ചത്? അദ്ദേഹത്തിന് ബോധ്യമായി ഇത് വെറുതെ പറഞ്ഞതല്ല, അള്ളാഹു നൽകുന്ന വിജ്ഞാനമാണ്. അദ്ദാസ് അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ ക്ഷമയുടെ പ്രതിഫലം, ക്ഷമിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ദഅവത്ത് നടത്തിയതിന് ഇത്തരം മനോഹരമായ പരിണാമഗുപ്തികളുണ്ടായി. അതുകൊണ്ട് ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ, യൂനുസ് ബിൻ മത്തായെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആ ചരിത്രം കൂടി ക്ഷമയുടെ ഭാഗമായിട്ട് ഓർക്കുന്നത് നല്ലതാണ്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കുക. മഹാനായ അദ്ദാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കോപ്പി അടിച്ചത് എന്നൊരു വ്യാപകമായ വിമർശനമുണ്ട് പുതിയ കാലത്ത്. അദ്ദാസ് റളിയല്ലാഹു അൻഹു ജൂതനായിരുന്നു, പണ്ഡിതനായിരുന്നു, അത്യാവശ്യം വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്ത കഥകളാണ് ഇതിൽ ചേർത്തത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെ ലളിതമായി ഒന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ട മാത്രയിൽ, അള്ളാഹുവിൻ്റെ റസൂൽ ആർക്കും പറയാൻ സാധ്യതയില്ലാത്തൊരു കാര്യം പറഞ്ഞ മാത്രയിൽ ഇത് പ്രവാചകനാണെന്നും കരുതിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ് അദ്ദാസ് റളിയല്ലാഹു അൻഹു. പിന്നെ മൂപ്പരാൾ ഇങ്ങനെ ഖുർആൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പിന്നെ മൂപ്പരെ വിശ്വാസം എന്താവും? മൂപ്പരാൾ തന്നെയാണ് ഖുർആൻ പറഞ്ഞു കൊടുക്കണതെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ മൂപ്പർക്ക്? ഏതെങ്കിലും അർത്ഥത്തിൽ അദ്ദേഹം ഖുർആൻ നിർമ്മാണത്തിൽ സഹായിച്ചു എന്ന് ഇവർ പറയുന്നത് പോലെയാണെങ്കിൽ ആ മനുഷ്യൻ തിരിച്ചറിയില്ലേ മുഹമ്മദ് എന്ന് പറഞ്ഞിരുന്ന ആള് അങ്ങനെ പ്രവാചകനൊന്നുമല്ല, ഞാൻ പറഞ്ഞു കൊടുത്ത വിവരമൊക്കെ പാടെ അവിടെ കൊണ്ടുപോയി തട്ടുകയാണെന്നുള്ളത്. പിന്നെ മൂപ്പരാൾ ഈ രംഗത്തുണ്ടാവുമോ? സമാനമാണ് വറഖത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള കഥയും. ആകെ പ്രവാചകത്വത്തിന് ശേഷം 2 പ്രാവശ്യം വറക്കയും അള്ളാഹുവിൻ്റെ റസൂലും കണ്ടിട്ടുള്ളൂ. ഒന്ന് ഖദീജ ബീവി ആ പ്രവാചകത്വം ലഭ്യമായതിൻ്റെ 1-ാം ഘട്ടത്തിൻ്റെ വിഭ്രാന്തിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു പനിച്ചു വന്നപ്പോൾ വറക്കയുടെ അടുത്ത് കൊണ്ടുപോകുന്നത്. അസമയത്ത് വറഖത്ത് ബിൻ നൗഫൽ എന്താ പറയുന്നത്? ഇത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് വന്ന അതേ ദൈവദൂതനാണ്, നാമൂസാണ്, അങ്ങ് പ്രവാചകരാണ്. ഇങ്ങനെയാണ് എല്ലാ പ്രവാചകന്മാരുടെയും തുടക്കം. അതുകൊണ്ട് അങ്ങയെ മക്കക്കാർ പുറത്താക്കുന്ന സന്ദർഭത്തിൽ ആരോഗ്യത്തോടുകൂടെ ഞാനുണ്ടെങ്കിൽ അങ്ങയെ പിന്തുണക്കുമായിരുന്നു. നിഷ്കളങ്കമായി അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കുഞ്ഞിൻ്റെ ലാവണ്യത്തോടുകൂടെ ചോദിക്കുന്നുണ്ട്, അവ മുഖ്രിജുയ്യ, അവരെന്നെ പുറത്താക്കുമോ? കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സർവ്വസ്വീകാര്യനാണ്. അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന് അവസാനമായി അവരെത്തിച്ചേരുന്നത് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിയുടെ അടുത്തേക്കായിരുന്നു. അവരെന്നെ പുറത്താക്കുമെന്ന് ചോദിക്കേണ്ട റസൂൽ തങ്ങൾ.
അതെ, എല്ലാവരും ഇങ്ങനെയായിരുന്നു എന്ന് മഹാനായ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവാചകത്വത്തിൻ്റെ 1-ാം ഘട്ടത്തിൽ അവിടുത്തെ അംഗീകരിച്ച് അങ്ങ് ലോകം കീഴടക്കുമെന്ന് പ്രവചിച്ച് എല്ലാ പ്രവാചകന്മാരും ഇതൊക്കെ നേരിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങയോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് വാക്കുകൊടുത്ത ഒരാൾ പിന്നെ ഒരു ഖുർആൻ ഉണ്ടായിക്കോളൂ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറയോ? പിന്നെ മൂപ്പരുടെ വിശ്വാസത്തിന് എന്ത് പ്രസക്തിയുള്ളത്? ഖുർആന്റെ അവതീർണത്തിന്റെ 1-ാം ഘട്ടത്തിൽ വറഖത്ത് ബിൻ നൗഫൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവാചകത്വത്തിന്റെ ആധികാരികത ഉറപ്പിച്ചു പറയുന്നത് ചരിത്രം. എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം ഇരുന്നിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുണ്ടാക്കുക. അല്ലോ, വറഖത്ത് ബിൻ നൗഫലിനക്ക് ഈ ബൈബിളൊക്കെ അറിയായിരുന്നല്ലോ, തോറാത്തുഞ്ചിയിലൊക്കെ അറിയായിരുന്നല്ലോ, അപ്പം മൂപ്പരാൾ പറഞ്ഞു കൊടുത്തതാണെന്നൊന്ന് അടിച്ചാൽ ചിലപ്പോൾ സ്വാധീനിക്കുമെന്ന്. വിശ്വാസികളുടെ മനസ്സും അവരുടെ ഈമാനും എത്രമേൽ ദൃഢമാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ എക്സുകളൊക്കെ ഇത്തരം ദുരാരോപണങ്ങളായിട്ട് വരുന്നത്. വറഖത്ത് ബിൻ നൗഫൽ ആവട്ടെ, അദ്ദാസ് ആവട്ടെ റളിയല്ലാഹു അൻഹുമ, രണ്ടുപേരും അള്ളാഹുവിൻ്റെ റസൂലിനെ 1-ാം ഘട്ടത്തിൽ സമ്പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് 100% വിശ്വസിച്ചവരാണ്. എന്നിട്ട് പിന്നെ അവർ പ്രവാചകത്വം ഉണ്ടായിത്തീരാൻ വേണ്ടി അവർ റസൂലിന് ഇങ്ങനെ ഇൽമു കൊടുത്തിട്ട് ഖുർആൻ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മധ്യേ ഇളിഭ്യരാവാനേ വഴിയുള്ളൂ. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ തങ്ങളോട് ക്ഷമയുടെ വിവിധ സന്ദർഭങ്ങളെ പിന്നെയും അള്ളാഹു വിശദീകരിക്കുന്നു. വസ്ബിർ സ്വബ്റൻ ജമീല. ഇത് നമുക്കറിയാം, സൂറത്ത് മാരിജിന്റെ 5-ാമത്തെ വാക്യം. മനോഹരമായി ക്ഷമിക്കുക എന്നാണ്. ഇത്തിരിയൊക്കെ ക്ഷമിച്ച് ഇത്രയൊക്കെ ഞാൻ ക്ഷമിച്ചില്ല, ഇനിയാണ് പോട്ടെ എന്ന് കരുതുന്ന ചില ആളുകൾ ഉണ്ടാകും. പോരാ, ജമീല, നല്ല മനോഹരമായി സഹനം കാണിക്കണം. ഇപ്പൊ മക്കളുടെ കാര്യത്തിലൊക്കെ അങ്ങനെയാണ്. ഞാനവൻ 5-ാം ക്ലാസ് വരെ മദ്രസ പഠിപ്പിച്ചു, ഇനി ഓനാവട്ടെ ഓൻ്റെ പാടാവട്ടെ എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. വസ്ബിർ സ്വബ്റൻ ജമീല, മനോഹരമായി ക്ഷമിക്കണം, സഹനം കാണിക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ വിദ്യാർത്ഥികളെ പാകപ്പെടുത്തുന്ന 3 ഘട്ടമുണ്ട്. ആദ്യത്തെ 7 വർഷം അവരോടൊപ്പം കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് പിതാവും ഞാനും തമ്മിലുള്ള ആർദ്രമായ ബന്ധം വളരെ മനോഹരമാണെന്ന് ആ കുട്ടിക്ക് തോന്നും വിധം അവനോട് ഇടപെട്ട് അതിനിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ഇസ്ലാമിക കാര്യങ്ങളും ദീനീ ചിട്ടകളും തീരെ നിർബന്ധമില്ലാതെ പഠിപ്പിക്കുന്ന 1-ാം ഘട്ടം. പിന്നീട് സെക്കൻഡ് 7, 14 വയസ്സ് വരെ, രണ്ടാമത്തെ 7-ാം ഘട്ടം. അതിലാണ് ഈ കുട്ടിയുടെ ഭാവി നമ്മൾക്ക് നിർണ്ണയിക്കാൻ കഴിയുക. അവൻ ദഅവ കോളേജിൽ പോയി പഠിക്കണോ, അവൻ ദർസിൽ പോയി പഠിക്കണോ, അവൻ MBBS നേടണോ? ഇതൊക്കെ പ്രചോദിപ്പിച്ച് അവൻ്റെ മനസ്സിൽ ഉരുവം കൊള്ളേണ്ട ചിന്തകൾ പാകപ്പെടുത്തേണ്ട കൃത്യമായ സമയമാണത്. ആ സമയത്ത് നിയന്ത്രണം വേണം. അടിച്ചു നിരത്തണം എന്നാണോ ഞാൻ പറയണത്? അങ്ങനെയല്ല, നിയന്ത്രിക്കണം. അവൻ്റെ കൂട്ടുകാരെ കുറിച്ച് ആലോചിക്കണം. അവൻ പഠിക്കുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആലോചിക്കണം. ധർമ്മനിഷ്ഠനായി വളരാനുള്ള പശ്ചാത്തലം ഒരുക്കി കൊടുക്കണം. മദ്രസയിലേക്ക് വിട്ടാൽ പോരാ, അത് പരിശീലിപ്പിക്കാൻ വീട്ടിൽ സംവിധാനം വേണം. ആ കുട്ടി ഓരോന്നും ഗവേഷണം ചെയ്ത് വിമർശനാത്മകമായി കമ്പയർ ചെയ്യുന്നൊരു സമയം. അപ്പം മാതൃകയായി മാതാവും പിതാവും ജീവിക്കണം. തല്ലും വക്കാണോയിട്ട് മാതാവും പിതാവും വൃത്തികെട്ടവരാവുക, പിന്നെ അത് കാണുന്ന കുട്ടി തീർച്ചയായിട്ടും അങ്ങനെ വരൂ. മാതാവും പിതാവും തമ്മിൽ സ്നേഹവും ബന്ധമൊന്നും കാണുന്നില്ല. അതോടുകൂടെ കുട്ടിക്കും എങ്ങനെയാണ് വികൃതിയാവേണ്ടതെന്ന് സ്വയം മനസ്സിലായിക്കൊണ്ടിരിക്കും. പിന്നെ അടുത്തൊരു 7 ഉണ്ട്, 21 വയസ്സ് വരെയുള്ളത്. അതിൽ വല്ലാതൊന്നും നമ്മുടെ പിടുത്തത്തിൽ ഉണ്ടാവില്ല. അവര് 1-ാം ഘട്ടത്തിൽ ശാന്തമായും ലളിതമായും അവൻ്റെ മനസ്സിൽ നമ്മൾ സന്നിവേശിപ്പിച്ച ആദർശങ്ങളും വിശ്വാസങ്ങളും. 2-ാം ഘട്ടം 14 വയസ്സ് വരെ നമ്മളത് ശരിക്ക് പ്രമാണബദ്ധമായി ഉറപ്പിച്ചു കൊടുത്ത വിശ്വാസം, ചിന്ത, തോന്നൽ, ഭാവിയെക്കുറിച്ചുള്ള അവൻ്റെ ഈ തീരുമാനങ്ങൾ, എന്താവണമെന്നതിനെ കുറിച്ചുള്ള അവൻ്റെ പ്രതീക്ഷകൾ, ഇതൊക്കെ അവൻ പ്രയോഗിക്കുന്നൊരു ഘട്ടമാണ് ഈ 3rd 7. അവിടെ നമുക്ക് വല്ലാതെ ഒന്നും നിയന്ത്രിക്കാൻ കഴിയില്ല. പിന്നെ ഓനായി ഓൻ്റെ പാടായി എന്ന് പറയലാണ്. അത് പാടില്ല. എന്നാലും പിറകെ കൂടണം. വസ്ബിർ സ്വബ്റൻ ജമീല, ജമീലായിട്ട് ക്ഷമിക്കണം. കുറച്ചൊക്കെ ക്ഷമിച്ചു, കുറച്ചൊക്കെ സഹനം കാട്ടി. 1-2 വട്ടമൊക്കെ അവനോട് പറഞ്ഞെടുത്ത് എന്താടാ ജുമാക്കൊന്നും പള്ളി കാണാത്തെന്നൊക്കെ ചോദിച്ച്, അപ്പോൾ മൂപ്പരിങ്ങനെ തിരിഞ്ഞു കളിച്ച് എന്നാ പിന്നെ പോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. പിന്നെയും പിറകെ കൂടണം. വലിയ റബ്ബിക ഫസ്ബിർ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുദ്ദസ്സിറിന്റെ 7-ാമത്തെ വാക്യം. റബ്ബിന് വേണ്ടി ക്ഷമിക്കണം. അപ്പോഴാ എല്ലാത്തിലും ഒരു ഇഖ്ലാസ് കിട്ടുള്ളൂ. നിസ്കരിക്കണ റബ്ബിന് വേണ്ടി അല്ലെങ്കിൽ താളം കാട്ടലായിത്തീരും. സദഖ കൊടുക്കണ റബ്ബിനല്ലെങ്കിൽ, റബ്ബിന് വേണ്ടി അല്ലെങ്കിൽ അത് ശരിക്കും ഒരു പ്രകടനം മാത്രമായി തീരും. അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരാ ഉള്ളത് എന്നാ ഖുർആന്റെ ചോദ്യം.
മന്ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, നല്ല രീതിയിൽ റബ്ബിന് കടം കൊടുക്കാൻ ആരാളുള്ളത്? കടം കൊടുക്കൽ വലിയൊരു പരിപാടിയാണല്ലോ, തിരിച്ചു കിട്ടൂല എന്നുള്ള ഒരു 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 സാഹചര്യമാണ് ഇന്നത്തെ കടം കൊടുക്കലൊക്കെ ഉള്ളത്. അതുകൊണ്ട് കൊടുക്കാൻ പ്രയാസം ഉണ്ടാവും, പക്ഷെ റബ്ബിന് വേണ്ടി കൊടുക്കണം. അള്ളാഹു കടം ചോദിക്കുക. ഇത് കാരണമാണ് ജൂതന്മാർ ആക്ഷേപിച്ചത്, മുഹമ്മദിന്റെ ദൈവം വളരെ ദരിദ്രനായി പോയല്ലോ, ഇതേ കടം വരുന്നുകൊണ്ട് നടക്കുന്നു. പടച്ച റബ്ബ് കടം ചോദിക്കുന്നത് റബ്ബിന് വേണ്ടിയല്ലായിരുന്നു. പാവപ്പെട്ടവനെ കാണുന്നില്ലേ, അവന് കടം കൊടുക്കാൻ നിന്റെ കയ്യിൽ കാശുമില്ലേ, എന്തുകൊണ്ട് നീ മൂടി വെക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ചില ഖുദ്സി ഹദീസിലൊക്കെ നമ്മൾ കാണുന്നത്, ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിച്ചില്ലേ. മനുഷ്യൻ ചോദിക്കും അന്തം വിട്ടിട്ട്, നീ രോഗിയാവേ, നീ റബ്ബുൽ ആലമീനല്ലേ. അള്ളാഹു പറയും, നിന്റെ അറിവിൽ നിന്റെ ബന്ധത്തിൽ ഇന്നയാൾ രോഗിയായി, നീ അയാൾക്കൊന്നും ചെയ്തില്ല. അവിടെ നീ എന്തെങ്കിലും പ്രവർത്തിച്ചിരുന്നെങ്കിൽ നിനക്ക് എന്നെ അവിടെ ദർശിക്കാമായിരുന്നു. നേരെ കാണാമെന്നല്ല, അത് എനിക്ക് ചെയ്തതുപോലെ ആകുമായിരുന്നു. എനിക്ക് ഡ്രസ്സില്ലാതായി, നീ എനിക്ക് ഡ്രസ്സ് തന്നില്ല. മനുഷ്യൻ പിന്നെയും ചോദിക്കും, നിനക്ക് ഡ്രസ്സ് തരേ. അള്ളാഹു പറയും, ഇന്ന ആൾക്ക് ഡ്രസ്സ് ഉടുതുണിക്ക് മറുതുണിയില്ലായിരുന്നു, ഇന്ന മുത്താലിം കീറി പറഞ്ഞ ഡ്രസ്സ് ഇട്ട് നടക്കണുണ്ടായിരുന്നു. ഞാനതുപോലെ ഞാനൊരു മുത്താലിമിനെ കണ്ടു, ഇങ്ങനെ പിന്നി കീറിയ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. നമുക്ക് തോന്നും ഒരു 10-50 ഡ്രസ്സൊക്കെ ഉള്ള നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും ഇതേമാതിരി ആയിരിക്കുന്നു. നമ്മൾ ആ ഒരു കണ്ണോടുകൂടെ വീക്ഷിച്ചു നോക്കുക. അപ്പം ഉണ്ടാവും പാവപ്പെട്ട് കരിമ്പരൊക്കെ അടിച്ചിട്ടും ചമപ്പ് കളറായിട്ടും അങ്ങിങ്ങി പിന്നി തുടങ്ങിയിട്ടും ഡ്രസ്സ് മാറ്റാത്ത മദ്രസയിൽ ഉസ്താദ് ഉണ്ടാവും. ചിലപ്പോൾ മോഹൻലായിട്ടൊന്നുമല്ലത്. ആളുകൾ മാന്യന്മാരുള്ള സാഹസിലേക്ക് പോകേണ്ടി വരുമ്പോൾ മൂപ്പരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ജാളി ഉണ്ടാവും. മൂപ്പരിങ്ങനെ ശരിക്കും അന്തർമുഖനായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഒരു 10-300 രൂപയ്ക്ക് ഒരു തുണി എടുത്ത് പിന്നെ ഒരു 300-350 ഉറുപ്പ്യ എടുത്തത് തയ്ക്കാൻ കൊടുത്താവുമ്പോഴേക്ക് മൂപ്പരുടെ മാസാന്ത ബഡ്ജറ്റിൽ വലിയ ഏറ്റക്കുറച്ചിലുണ്ടാകും. കുട്ടിക്കും ഭാര്യയ്ക്കും ചെയ്തു കൊടുക്കേണ്ട, കുടുംബത്തിന് സുഖമില്ലാത്ത ഉമ്മാക്ക് ചെയ്തു കൊടുക്കേണ്ട പരിപാടികളിൽ വല്ലാത്ത കുറവ് വരും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പോട്ടെ, അവറത്ത് മറിഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. അള്ള പറയാണ്, ഞാൻ ഡ്രസ്സില്ലാതെയായി, പക്ഷെ നീ എന്നെ സഹായിച്ചില്ലേ. നിനക്ക് ഡ്രസ്സില്ലാതെ വരെ മനുഷ്യൻ ചോദിക്കും അന്തം വിട്ട്. റബ്ബ് താല തിരിച്ചു പറയും, അതേടെ ഇന്നയാൾ നിന്റെ പരിചയത്തിൽ ഡ്രസ്സില്ലാതെ ഇരുന്നിരുന്നു, നീ അത് കണ്ടിരുന്നു. പലപ്പോഴും നിന്റെ പളപളാ തിളങ്ങുന്ന ഡ്രസ്സോടൊപ്പം മൂപ്പരൊപ്പം നിന്നപ്പോൾ നിനക്കൊരു വിഷമം തോന്നിയിരുന്നു, ഓനാണല്ലോ എൻ്റെ അടുത്ത്. എന്നിട്ട് പോലും അവന് നീ ഒരു ഡ്രസ്സ് കൊടുത്തില്ല. വസ്ബിർ സബറൻ ജമീല, മനോഹരമായി ക്ഷമിക്കാൻ കഴിയണം. ആ ക്ഷമിക്കുന്നത് ഫലി റബ്ബിക വസ്ബിർ, റബ്ബിന് വേണ്ടി ആകെയും വേണം. നമ്മുടെ ഓരോ ചലനവും റബ്ബിന് വേണ്ടി, ശ്വാസം ഉച്ഛ്വാസം റബ്ബിന് വേണ്ടി, നമ്മുടെ ഉറക്ക് ഉണർച്ച റബ്ബിന് വേണ്ടി. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതം സ്വാർത്ഥമാകും. മരിക്കാൻ കാത്തിരിക്കുകയായിരിക്കും റഹ്മത്തിന്റെ മലാക്കന്മാർ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ. കാര്യം വിശുദ്ധനാണ് അവൻ, നല്ല മനസ്സിന്റെ ഉടമസ്ഥൻ, എന്ത് ചെയ്യുന്നത് റബ്ബിനെ ഓർത്ത്. അങ്ങനെ വരുമ്പോ എത്രയും ക്ഷമിക്കാൻ കഴിയും. ഒരു പാവപ്പെട്ടവന് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു, അവന് തിരിച്ചു തരാൻ കഴിയില്ല എന്ന് നമുക്ക് അറിയുന്നുണ്ട്. അപ്പോൾ ക്ഷമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ നീ ഒരു കാര്യം ചെയ്യേ, റമദാൻ 1 തരട്ടോ എന്ന് പറഞ്ഞു. റമദാൻ 1 അവൻ്റെ പരിങ്ങൽ കാണുമ്പോൾ വിഷയാക്കണ്ടടാ, നീ പെരുന്നാളിൻ്റെ അന്ന് തന്നാൽ മതി എന്ന് പറയാം. പറ്റുമെങ്കിൽ ഒഴിവാക്കി കൊടുക്കുക റബ്ബിന് വേണ്ടി. 4 ആൾ അറിയട്ടെ എന്ന് കരുതിയിട്ടല്ല, വലിയ സാഹസിൽ വെച്ചിട്ട് 1 ലക്ഷം പള്ളിപ്പണിക്ക് പ്രഖ്യാപിക്കും. ഒരു സാധുവായ സഹോദരിയുടെ ഓപ്പറേഷന് വേണ്ടി SYSന്റെ പ്രവർത്തകർ ചെല്ലുന്ന സമയത്ത് 100,000 പയ്യേരം പറയാം. കാരണം അത് ആരും കേൾക്കണില്ലല്ലോ, കാണുന്നില്ലല്ലോ. വെച്ച് വലിയ സാഹസിൽ വെച്ച് 1 ലക്ഷം പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഹാജിയര് വാഴ്ത്തപ്പെടും, പുകഴ്ത്തപ്പെടും. ഹാജിയരെ മാനിക്കാൻ കുറെ ആളുണ്ടാവും, മുഖത്ത് വിരലുവെക്കും. എന്താല്ലേ നമ്മുടെ ഹാജിയരുടെ ഒരു ദാനശീലം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊരു നിർബന്ധ ഘട്ടത്തിൽ SYSന്റെ പ്രവർത്തകർ ചെന്നതാണ്. ഒരു സഹോദരിക്ക് ഒരു സർജറി വേണം, വളരെ അർജന്റാണ്, 4 ലക്ഷം വേണം, നിങ്ങൾ എന്തെങ്കിലും തരണം എന്ന് പറയുമ്പോഴേക്കും ഇപ്പം ബോംബെയിൽ ഞാൻ പുതിയൊരു ഫ്ലാറ്റ് എടുത്തതിൻ്റെ കണക്ക് തീർത്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് റബ്ബനല്ലാതെ ചെയ്യുമ്പോഴാണ് അങ്ങനെ വരിക. ഇതും നമ്മൾ പരിഗണിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ ക്ഷമ കാണിക്കുന്ന സമയത്ത് ശല്യപ്പെടുത്താൻ വേണ്ടി വരുന്ന തമ്മാടികൾ ഉണ്ടാവും, മാസിം.
കഫൂർ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെയും പ്രവാചകരുടെ നിർദ്ദേശങ്ങളെയും ലംഘിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് വഴിപ്പെടരുത്. ചിലപ്പോൾ മോൻ തന്നെ ആയിരിക്കും, എന്തപ്പം നിങ്ങൾ നമ്മുടെ അമ്മായിക്ക് അങ്ങനെ അങ്ങോട്ട് കൊടുക്കണത്, ശല്യപ്പെടുത്താൻ വരും. അസമയത്ത് മാറി നിൽക്കാൻ പറയണം. ഞാൻ സുഖല്ലാണ്ട കടന്ന കാലത്ത് തോളുന്ന് ഇറക്കി വെക്കാതെ എന്നെ കൊണ്ടിടന്നവളാണ് എൻ്റെ മൂത്ത പെങ്ങളെന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. നീയൊക്കെ എന്ന് വന്നോനായി ലോകത്തേക്ക് എന്ന് ചോദിക്കണം. അമ്മായിൻ്റെ മോളെ കല്യാണുണ്ട്, ഇപ്പോൾ ഒരു പവനങ്ങോട്ട് കൊടുക്കുകയെന്ന് മറ്റും ചോദിക്കുക. മോൻ വന്നിട്ട് ഒരു പവൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? 1,20,000 30,000 വേണതിന്. അസമയത്ത് കഫൂർ വരികയാണ്, നിഷേധി. ക്ഷമിക്കണം, നിഷേധിയെ നിങ്ങൾ പരിഗണിക്കരുത്, നിഷേധിക്ക് വഴിപ്പെടരുത്. ആ സമയത്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്, എൻ്റെ ചെറുപ്പത്തിൽ ഉമ്മ മരിച്ചു പോയതാണ്, സ്കൂളിലും മദ്രസിലും പോകാതെ എന്നെ നോക്കി നടന്നോളാണ് എൻ്റെ പെങ്ങൾ, നിന്റെ അമ്മായി എന്ന് പറയാൻ പറ്റണം. അല്ലാതെ ശരിയാട്ടാ 1,30,000 അപ്പോൾ ഒന്നും വേണ്ട, നമുക്കൊരു കവറിലിട്ടിട്ട് പേരെഴുതാതെ ഒരു 10,000 റുപ്യ കൊടുക്കാമെന്ന് തീരുമാനിക്കരുത്. അപ്പം നമ്മൾ അള്ളാഹുവിനല്ല വഴിപ്പെടുന്നത്, നിഷേധിയാവുന്ന മോനാണ് വഴിപ്പെടുന്നത്. ഭാര്യ വരും ഇങ്ങനെ പിരിയേറ്റിക്കൊണ്ട്, അവർക്ക് വല്ല കുറവും വരുന്ന രീതിയിലാണെങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ട, ഓക്കെയാണ്. പക്ഷെ അവർക്ക് കുറവൊന്നും വരൂല, ഇഷ്ടം പോലെ പൈസയുണ്ട്. പിന്നെ അവർ സാധു അയൽവാസി പെണ്ണിൻ്റെ കല്യാണത്തിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കാന്ന് വരുമ്പത്തിന് നിങ്ങൾക്ക് അറിയോ ഓൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് സ്വീപ്പാക്കാൻ വരും. ആസിം, തമ്മാടി, കഫൂർ, നിഷേധി. വലാത്തുത്യ, ക്ഷമ കാണിക്കുന്ന സമയത്ത് അവരൊരിക്കലും നിങ്ങൾ മാനിക്കരുത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പടച്ച റബ്ബ് പറയുന്ന ഒരു പ്രത്യേകമായ നിർദ്ദേശം, വസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. സൂറത്തു അൽ സൂറത്തുൽ അഹ്ഖാഫിന്റെ അല്ലേ 35-ാമത്തെ വാക്യം, വസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. എല്ലാം ഒതുങ്ങിയിട്ടുണ്ട് അതിൽ. പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠരാകുന്ന ഉലുൽ അസ്മുകൾ. ഉലുൽ അസ്മി പറഞ്ഞാൽ എന്താ? ദൃഢ ചിത്തർ. അവരങ്ങനൊന്നും കുലുങ്ങൂല. ആ ടീം 5 പേർ റസൂലടക്കം, അവർ ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം. 950 കൊല്ലാണ് ഒരു സമൂഹത്തിന്റെ പിറകെ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നത്. സാധ്യമാവോ നമുക്ക്? 950 വർഷം. 1000 വർഷം ജീവിതം ഉണ്ട്, സങ്കല്പിച്ചു നോക്കൂ. ഏകദേശം 95% അവരുടെ ജീവിതവും അവരുടെ പിറകെ നടന്നു തീർത്തു എന്നർത്ഥം. തീർന്നു എന്ന് പറഞ്ഞാൽ ജീവിതം തീർന്നു. പ്രവാചകർക്ക് ആ അധ്വാനത്തിന്റെ ഓരോ നിമിഷത്തിനും വലിയ പ്രതിഫലം കിട്ടും. എങ്ങനെ ക്ഷമിച്ചു, എങ്ങനെ ക്ഷമ നടത്തി, എങ്ങനെ ദഅവത്ത് നടത്തി, പിറകെ നടന്നു. റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. രാവും പകലും ഞാൻ അവരെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവരെ സിറായിട്ട് ക്ഷണിച്ചു, സ്വകാര്യമായിട്ട്. ഓരോ വ്യക്തിഗതമായി ഞാൻ ദഅവത്ത് നടത്തി. ഓരോരുത്തരെയും കണ്ട് സോപ്പിട്ട് കൊണ്ടുപോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പിന്നെ പരസ്യമായിട്ട് ഞാൻ ദഅവത്ത് നടത്തി. ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നത്, സുമ്മ അസ്റർതു ലഹും ഇസ്റാറ. ഞാൻ അവരെ സ്വകാര്യമായിട്ട് ക്ഷണിച്ചു. ദീർഘമായ സൂക്തങ്ങളാണ്. ആ ഭാഗം മൊത്തം അതേക്കുറിച്ച് പറയാണ്. പടച്ചോൻ, എന്നിട്ടൊന്നും അവരെൻ്റെ വിളിയാളം ശ്രദ്ധിക്കുന്നില്ല. ക്ഷമാപൂർവം നൂഹ് നബി കാത്തിരുന്നത് എത്ര കാലാണ്. പ്രവാചകന്മാരിൽ ഉലുൽ അസ്മുകളിൽ ഒന്നാമൻ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയുടെ ക്ഷമയെ കുറിച്ച് ഞാൻ പറയാനുണ്ടോ? സ്വന്തം പിതൃവ്യൻ ആസർ വരെയും അവിടുത്തെ നിഷേധിച്ചു. സഹായിക്കേണ്ട ആളുകളാണ് അവരൊക്കെ. നല്ലൊരു ആദർശമായിട്ട് വരുമ്പോൾ, നല്ലൊരു തീരുമാനമായിട്ട് വരുമ്പോൾ മൂത്താപ്പി എളാപ്പിയൊക്കെ കൂടെ നിൽക്കേണ്ടതാ. പക്ഷെ ശക്തമായി എതിർത്തു. അങ്ങനെ നമ്രൂദ് അഗ്നികുണ്ഡം ചമച്ചു. അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഒരു പ്രത്യേകമായ കവണ രൂപപ്പെടുത്തി. അതിന് നിർദ്ദേശം കൊടുത്തത് ഇബ്ലീസുൽ ലഈനാണ്. അങ്ങനെ ആ കവണയിൽ മഹാനുഭാവനെ അങ്ങനെ പീരങ്കിന്ന് വിടുന്നത് പോലെ അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞു. പോണ സമയത്ത് മലക്ക് വരുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും സഹായിക്കണമെന്ന് ചോദിച്ചിട്ട്. വേണ്ടെന്നാണ് പറയണത്. എൻ്റെ റബ്ബിൻ്റെ തീരുമാനം എന്താണോ അത് നടപ്പിലാവട്ടെ എന്നാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരന്തരമായി ദഅവത്ത് നടത്തിയാണ് കുറച്ചാളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത്. തുർസീന പർവ്വതത്തിലേക്ക് 40 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിനും തൗറാത്ത് സ്വീകരിക്കാനും വേണ്ടി കലിമുല്ലാഹി മൂസാ അലൈഹി സ്വലാം പോകുന്നു. മടങ്ങി വന്നപ്പോഴേക്ക് സാമരി സൃഷ്ടം പശുക്കുട്ടിനെ പ്രതിഷ്ഠിച്ച് അവർ വലിയ ആരാധന തുടങ്ങിയിട്ടുണ്ട് അവിടെ. ക്ഷമിക്കുക. വസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ നമുക്ക് പറയാനില്ല. എത്രമേൽ സഹിച്ചു.
അവസാനം കൊല ചെയ്യാൻ വേണ്ടി പരീശരും യഹൂദരും വന്നു. പടച്ചറബ്ബ സന്ദർഭത്തിൽ രക്ഷപ്പെടുത്തി എന്ന് പരിശുദ്ധ ഖുർആൻ. വസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, പ്രവാചകന്മാരിൽ നിന്ന് ഉലുൽ അസ്മുകൾ ക്ഷമിച്ചതുപോലെ താങ്കൾ ക്ഷമിക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിന്റെ 65-ാമത്തെ വാക്യത്തിൽ റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹ്, പടച്ച റബ്ബ് എല്ലാം സൃഷ്ടിച്ചവൻ, അവനെ നിങ്ങൾ ആരാധിക്കുക. വസ്തബിർ ലിഇബാദതിഹി, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ക്ഷമ കാണിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, തഹജ്ജുദിനൊക്കെ ഒന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പത്ത് ഇത്തിരി വൈകിയൊക്കെ ഉറങ്ങിയതാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിഷമമുണ്ടാകും. ആ സമയത്ത് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടോ? വസ്തബിർ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി താങ്കൾ ക്ഷമ കാണിക്കുക. ജമാഅത്ത് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അർജന്റായ സമയത്ത് വരുമ്പോൾ ഇത്തിരി പണി തന്നെ ആയിരിക്കും. നല്ല അർജന്റ് ഉണ്ട്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ കഴിഞ്ഞ ഉസ്താദിന്റെ ദുആയിൽ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി വിഷമം ഉണ്ടാകും. ശേഷം സുന്നത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാലോ കുറച്ചുകൂടെ വിഷമം ഉണ്ടാകും. പക്ഷേ ഇബാദത്തിന് വേണ്ടി ക്ഷമ കാണിക്കണം. ഒരു കാര്യത്തിൽ മാത്രമൊന്നുമല്ല, ഖുർആൻ ഓതി തീർക്കാൻ സത്യം പറഞ്ഞാൽ ഒരു ജുസ് ഓതെങ്കിൽ ഒരു 25 മിനിറ്റ് ഒക്കെ വേണ്ടി വരും. ആ 25 മിനിറ്റ് അതിനു വേണ്ടി തന്നെ ഇരുന്ന് അത് പാരായണം ചെയ്യുക എന്നുള്ളത് വലിയ സത്കർമ്മമാണ്. ഏത് ഇബാദത്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഉണ്ടാക്കിയ കാശിൽ നിന്ന് നന്ന ചുരുങ്ങിയത് 2.5%. ഒരു 2.5% എന്നൊന്നും മനസ്സിലാക്കരുത്. സക്കാത്തിന്റെ വിവിധങ്ങളായ രീതികളുണ്ട്, എല്ലാം കൂടി വിശദീകരിക്കുന്ന ക്ലാസ് അല്ലല്ലോ ഇത്. അതുകൊണ്ട് ചുരുങ്ങിയത് 2.5% കൊടുക്കണം എന്ന് പറയുമ്പോൾ അതെടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി വിഷമമുണ്ടാകും. പക്ഷെ ക്ഷമ കാണിക്കണം, കൊടുത്തിരിക്കണം. ഇബാദത്തിന്റെ ഓരോ കാര്യവും, ഇബാദത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വെറും നിസ്കാരം നോമ്പെന്ന് മനസ്സിലാക്കൂല എന്നാണ് എനിക്കറിയാം. കാര്യം നമ്മൾ സഹോദരന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് പോലും ഇബാദത്താണ്. നമ്മളോട് പണ്ടൊരു ഒരസലുണ്ടായിരുന്നു, അവനെ കാണുന്ന സമയത്ത് ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമാണ്, പക്ഷെ ഇബാദത്തിന് വേണ്ടി നീ ക്ഷമ കാണിക്കണം. ചിലപ്പോ തോറ്റു എന്ന് പറയും. ഒരു ഗതിയില്ലാത്ത പെങ്ങളായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ട് ഇങ്ങനെ കുഴപ്പാക്കിക്കൊണ്ടിരിക്കുക. കാരണം അവിടെ ഉണ്ടാവും ഒരു കഫൂറും വസീമും ഒക്കെ. അവര് പിരികയറ്റിയിട്ട്, മക്കളോ ഭർത്താവൊക്കെ പിരികയറ്റിയിട്ട് പെങ്ങളായിരിക്കും ആങ്ങളനോട് ഭയങ്കരമായി ശത്രുത പുലർത്തിക്കൊണ്ടിരിക്കുക. അസമയത്ത് അവരുമായി ഐക്യം ഇസ്ലാഹ് എന്ന് പറയുന്ന വിവാദത്തിന് വേണ്ടി ക്ഷമ കാണിക്കണം. നമ്മൾ വേണമെങ്കിൽ 3-ാം കക്ഷിയെ വെക്കണം, പള്ളിയിൽ ഉസ്താദിനെ കാണണം, മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് ആവുന്ന ഉസ്താദിനെ കാണണം. ഞാനും പെങ്ങളും ഇങ്ങനെ പിണങ്ങിയിട്ടുള്ളത് കാലങ്ങളായി, എനിക്ക് അവളോടൊന്നും മിണ്ടണം എന്നുണ്ട്, താങ്കളൊന്ന് മധ്യസ്ഥത വഹിക്കുമെന്ന് ചോദിക്കണം. റമദാനൊക്കെ അല്ലേ വരുന്നത് എന്ന് പറയണം. നമ്മൾ ഈ നല്ല നല്ല പുണ്യങ്ങളുടെ ദിവസങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിന്റെ പ്രതിഫലം കിട്ടാത്ത ആളുകളെ കുടുംബം ചേർക്കാത്തവർന്ന് പ്രത്യേകം ഉണ്ടല്ലോ. നമ്മുടെ ഈ ബറാത്തിന്റെ ആണെങ്കിലും കലബ് ഗോത്രത്തിലുള്ള ആടുകളുടെ ആടുകളുടെ എണ്ണം എത്ര ഉണ്ട്? അന്ന് ഏറ്റവും കൂടുതൽ ഈ ആടുകളുള്ള ഗോത്രമാണ് കലബ് ഗോത്രം. അവരുടെ ആടുകളുടെ രോമത്തിന്റെ കണക്കനുസരിച്ച് ആളുകൾക്ക് പൊരുത്തു കൊടുക്കും എന്നൊക്കെ പറയുന്ന ഹദീസ് ഉണ്ട്. ആ ഹദീസിനെ തുടർന്ന് പറയണതാണ് നിത്യമായി കള്ളുടിക്കണവൻ, വ്യഭിചരിക്കണവൻ, അതേപോലെ കുടുംബം ബന്ധം പുലർത്താത്തവൻ, ഇവർക്കൊന്നും കിട്ടൂല ഈ ആനുകൂല്യം. അന്ന് ഏറ്റവും കൂടുതൽ ആടുള്ള ഗോത്രം കലബുകാർ. ഒരാടിന് എത്ര രോമം കാണും? അവർക്ക് എത്രയോ ആടുണ്ട്. അപ്പൊ എത്ര ആൾക്ക് പുറത്തു കൊടുക്കും? പക്ഷെ അതിൽ ഇയാൾ പെടൂല, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ. അപ്പൊ ഒരു 3-ാം കക്ഷിയെ ഏർപ്പെടുത്തേണ്ടി വരും. ചിലപ്പോ ഈ പെങ്ങളെ മക്കളൊക്കെ കളിയാക്കും, എന്നിട്ട് ഇപ്പൊ എന്തേ നിങ്ങൾക്ക് എന്ന് ചോദിക്കും. എന്തേ തോറ്റിട് വന്നില്ലേ, അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയും. പക്ഷെ ക്ഷമ കാണിക്കണം. എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും, എന്തൊക്കെ ഭൗതികമായി നഷ്ടം നമുക്ക് സംഭവിക്കുമെന്ന് തോന്നിയാലും ക്ഷമയെ കൂട്ടുപിടിക്കണം. വളരെ ചുരുങ്ങിയ രീതിയിൽ ക്ഷമയുടെ കുറച്ച് ഗുണങ്ങൾ നമുക്ക് പറയാം. അള്ളാഹുവിൻ്റെ കൂട്ട് ലഭിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്നല്ലാഹ മഅസ്വാബിരീൻ, സൂറത്തുൽ ബഖറയുടെ 153-ാമത്തെ വാക്യം. വിശദീകരിക്കാൻ സമയമല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു പോവാണ്. അള്ളാഹുവിൻ്റെ കൂട്ട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആരെ നമ്മൾ ഭയപ്പെടാൻ? പിന്നെ എങ്ങനെ ആത്മഹത്യക്ക് പോവുക? പടച്ച റബ്ബ് സഹായിക്കും. ഏത് റെയ്ഡ് ചെയ്താലും കുഴപ്പമില്ല. ഏതൊക്കെ ശത്രുവാകുന്ന ബിസിനസ്സുകാരൻ അവൻ്റെ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇഡിയെ കൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചാലും പ്രശ്നമല്ല. ഇന്നല്ലാഹ മഅസ്വാബിരീൻ, അള്ളാഹു കൂടണ്ട് എന്നുള്ള വിചാരത്തിലേക്ക് വന്നാൽ ഗണ്ണെടുക്കാൻ തോന്നൂല, നെഞ്ചത്തേക്ക് വെടിവെക്കാൻ തോന്നൂല.
ആ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണ് മുസ്ലിം പേരുള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നത്. അള്ളാഹു കൂട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ഇടിയുന്നു? അള്ളാഹു കൂട്ടുണ്ടെങ്കിൽ എന്ത് ഭരണാധികാരി? അള്ളാഹുവിൻ്റെ ആ ഒരു ബന്ധത്തിലേക്ക് ആത്മീകമായി ഉയരാൻ കഴിയാത്തത് കൊണ്ടാണ് തോറ്റുപോണത്. അപ്പൊ ക്ഷമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഫലം പരിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ബഖറയുടെ 153-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അള്ളാഹുവിൻ്റെ കൂട്ടുണ്ടാവും. രണ്ടാമത്തത് ഒരു നേതൃപാഠവം നമുക്ക് ലഭ്യമാവും. അത് ദർസിലാണെങ്കിലും മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ആണെങ്കിലും SYSന്റെ പ്രസിഡന്റ് ആണെങ്കിലും പഞ്ചായത്ത്, അങ്ങനെ എത്രയോ നേതൃപാടവത്തിൻ്റെ നേതൃത്വത്തിൻ്റെ സംഗതികളുണ്ടല്ലോ, അവസരങ്ങളുണ്ടല്ലോ. അവിടെയൊക്കെ ക്ഷമ കാണിക്കുന്ന ആളായിരിക്കും വിജയിക്കുക. സൂറത്തു സജദയുടെ 24-ാമത്തെ വാക്യം. ക്ഷമ കാണിച്ചപ്പോൾ അവർ അയിമ്മത്തായി മാറി എന്നാണ്, അവർ നേതാക്കളായി മാറി. നമ്മുടെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്ന, നന്മ എത്തിച്ചേരുന്ന, വിജയം നേടുന്ന നേതാക്കളുണ്ടായി അവരിൽ. എങ്ങനെ? ലമ്മാ സബറു, അവർ ക്ഷമ കാണിച്ചപ്പോൾ. അപ്പൊ ദർസിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ്, സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, അല്ലെങ്കിൽ സ്കൂളിലെ ഒരു പ്രധാന അധ്യാപകൻ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴേക്ക് എടുത്ത് ചാടി തീരെ വിവേകം കാണിക്കാതെ ഒരു തീരുമാനം എടുത്താൽ ചിലപ്പോൾ അതുകൊണ്ട് ആ സ്ഥാപനം തന്നെ തകർന്നു പോകും. ഒരു കുട്ടിയിൽ നിന്ന് എന്തോ ഒരു അപാകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, അതേക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കാതെ അദ്ദേഹം പെട്ടെന്നൊരു തീരുമാനം എടുത്താൽ ആ കുട്ടിയുടെ ഭാവി തന്നെ നശിച്ചു പോകും. പരിചയത്തിൽ എത്ര മുത്താലിമ്യങ്ങളുണ്ട്, നന്നായിട്ട് പഠിച്ചിരുന്നവർ, ഭാവിയിൽ ദീനിന്റെ പ്രബോധകരാവാൻ നല്ല ചാൻസും സാധ്യതയും ഉണ്ടായിരുന്നവർ, ഉസ്താദിന്റെ അവിവേകം കൊണ്ട് ചിലപ്പോൾ ദർസിന്ന് പുറത്താക്കപ്പെട്ടു. അത് കാരണം പിന്നീട് അങ്ങാടി പയ്യനായി മാറി. അങ്ങനത്തെ ഒരു കുട്ടിയെ ഇപ്പം ഞാനിങ്ങനെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. നോമ്പ് കഴിയട്ടെ നിന്നെ ഞാൻ ദർസിലാക്കി തരാമെന്നും പറഞ്ഞിട്ട് അവൻ്റേതല്ലാത്ത കാരണത്താൽ അവൻ ദർസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, ഇനി മതി ഓതിയത്, ഇനി മതി എന്ന് പറഞ്ഞു. ഇത്രയും കാലം ഓതിയിട്ട് ഇപ്പം അതല്ല ഉണ്ടായത് എന്ന് ചോദിച്ചു. അയാൾക്ക് കാര്യം ബോധ്യമായി, അത്രമേൽ പ്രശ്നമൊന്നും അല്ല, ഇത് ഇവൻ്റെ കാരണമല്ല എന്ന് ബോധ്യമായി. അപ്പം ഇനി മതി ഓതിയത്, നിർത്തിക്കളാന്ന് പറഞ്ഞു. ഇനി അവൻ്റെ മുമ്പിലെ മാർഗങ്ങൾ എന്താണ്? ഡിഗ്രി പൂർത്തിയായിട്ടില്ല, അതങ്ങനെ തീരും. കിതാബത്ത് പൂർണ്ണമായിട്ടില്ല, അതും അവിടെ അവസാനിക്കും. ഇനി ഏതെങ്കിലും തലത്തിൽ അങ്ങനെ ഒരു ചാടിപ്പോക്കുണ്ടാകും. ചാടിപ്പോയ കുട്ടികളൊക്കെ പൊതുവെ എത്തിച്ചേരുന്നത് അവിടെ. നിങ്ങൾ കോഴിക്കോട് ടൗണിലൊക്കെ പോയി നോക്കൂ, ഹോട്ടലിൽ തുടക്കാനും നിലം കഴുകാനുള്ള കുട്ടികളൊക്കെ ചാടിപ്പോകുന്നവരായിരിക്കും. ഞാൻ ഏതെങ്കിലും സംവിധാനത്തിന് എതിർക്കൊന്നുമല്ല, അനുഭവം പറയാണ്. ഇങ്ങനത്തെ ആളുകൾ വളരെ പെട്ടെന്ന് ഈ അസാൻമാർഗികതയിലേക്ക് എത്തിച്ചേരും. ഒരു വലിയ ടൗണിൽ എത്തിച്ചേർന്നു, ആരും സഹായിക്കാനൊന്നുമല്ല. ഓൻ അബദ്ധവശാൽ ഇങ്ങനെ ദേഷ്യം പിടിച്ച് ഉസ്താദ് പുറത്താക്കിയപ്പോൾ, അല്ലെങ്കിൽ വാപ്പന് വീട്ടിൽ കയറരുത് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാൻ്റെ എടുത്തുചാട്ടം കാരണം വീട്ടിൽ നിന്ന് ബഹിഷ്കൃതനായി, ദർസിൽ നിന്നോ മറ്റോ ബഹിഷ്കൃതനായി. അങ്ങനെ അവൻ കൊച്ചിയിൽ എത്തിച്ചേരുന്നു. ഇനി അവനെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് ആരാണ്? ഇനി അവൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? എങ്ങനെയെങ്കിലും ഇവനെ പിടിച്ചിട്ട് മയക്കുമരുന്നിൻ്റെ ഏജൻ്റ് ആക്കണം എന്ന് കരുതുന്ന ഒരു വിഭാഗം, എങ്ങനെയെങ്കിലും ധാതാക്കി മാറ്റണം, ഞങ്ങളെ ഗണത്ത് കൂട്ടണം എന്ന് പറയുന്നത് വേറൊരു ടീം, സെക്സുമായി ബന്ധപ്പെട്ട് തോൽപ്പിക്കാനുള്ള വേറൊരു ടീം. ഒരു വലിയ ടൗണിൽ പോയിട്ട് നിയർലി സ്പാ എന്നൊക്കെ ഒന്ന് അടിച്ചു നോക്കൂ. അള്ളാന്റെ റബ്ബേ, തുരുതുരോ സ്പാകളാണ്. എന്തേ ഇങ്ങനെ കാലയക്കലാന്നാ വിചാരിച്ചത്? അല്ലെന്നാണ് റിപ്പോർട്ട്. നമ്മുടെ മക്കളോട് സുഖല്ലേ, നീ പഠിക്കുന്നിടത്ത് ഉഷാറല്ലേ ചോദിക്കുമ്പോൾ ആന്ന് പറയും. ഈ ഒരു വാക്കിൽ മാത്രം വിശ്വസിക്കുന്നോ? മയക്കുമരുന്നിന് അഡിക്റ്റ് ആവുക എന്നുള്ള ഭീഷണി മാത്രമല്ല, എയ്ഡ്സും പിടിച്ചു വരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് 2025. എയ്ഡ്സും പിടിച്ചു വരും. ഇത് വെറുതെ പറയുന്നതൊന്നുമല്ല, അങ്ങനെ തന്നെ പഠനങ്ങളുണ്ട്. എന്നിട്ട് നാട്ടിലൊക്കെ വന്നിട്ട് ഏതെങ്കിലും ഒരു സാധു പെൺകുട്ടിയെ കല്യാണം കഴിക്കും, അവൾക്കും കൊടുക്കും. കുട്ടികൾ ജനിക്കും, അവർക്കും ഉണ്ടാവും. 10 വർഷം നീണ്ടു നിൽക്കുന്ന മരണം ആസ്വദിക്കേണ്ടിയും വരും. കൂണിന് കൂണായിട്ട് ഇത്തരം സംവിധാനങ്ങൾ. അപ്പൊ നമ്മുടെ ഒരു അക്ഷമ കാരണം പുറത്താക്കപ്പെടുന്ന ഒരു കുട്ടി എത്തിപ്പെടുന്നത് ഇത്തരം പരമമായ വൃത്തികേടുകളിലേക്കാണ്. അതുകൊണ്ടാണ് നേതൃത്വം വഹിക്കണമെങ്കിൽ ക്ഷമ വേണം. നമ്മളൊക്കെ നേതാക്കളാണ്, നമ്മുടേതായ മേഖലകളിൽ നമ്മളൊക്കെ രാജാക്കളാണ്.
അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് 17-ാം അധ്യായം അൽ ഇസ്രാഇന്റെ 36-ാമത്തെ വാക്യം, ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമു ഇന്ന സമഅ വൽ ബസർ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നമ്മുടെ തീരുമാനം, നമ്മുടെ പക്വതക്കുറവ്, നമ്മുടെ എടുത്തുചാട്ടം, നമ്മുടെ ക്ഷമയില്ലായ്മ, നമ്മുടെ കണ്ണ്, കാത്, ഹൃദയം, നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും റബ്ബ് ചോദിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ ഒരു വിശദീകരിച്ചു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയത്തി. ഓരോരുത്തരും നേതൃത്വമുള്ളവരാണ്, ഓരോരുത്തരും നേതാക്കളാണ്, ഓരോരുത്തരും ഭരണം നടത്തുന്നവരാണ്, ഓരോരുത്തരും അവരവരുടെ മേഖലയിലെ നിയന്ത്രിക്കുന്നവരാണ്. അവര് മസ്ഊലുൻ അൻ റഅയത്തി, അവരുടെ ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരുമാകുന്നു. അല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. മോനെ നശിപ്പിച്ചതിന് നല്ലൊരു കുട്ടിയെ ദർസിൽ നിന്ന് അവിവേകം കൊണ്ട് എടുത്തുചാട്ടം കൊണ്ട് പുറത്താക്കി അവനെ ലോകത്തിന് തന്നെ ഭീഷണിയാവുന്ന ഒരു ഫ്രോഡാക്കി വളർത്തിയതിന് ചോദ്യം ചെയ്യപ്പെടും അധ്യാപകൻ. അപ്പൊ നേതാക്കളാവണോ? ഞാൻ നേതാവൊന്നുമില്ല എന്ന് പറയരുത് കേട്ടോ. നമ്മൾ ഓരോരുത്തരും നേതാക്കളാണ്. നമ്മുടെ മേഖലയിൽ ക്ഷമ വളരെ ആവശ്യമാണ്. കണക്കില്ലാത്ത പ്രതിഫലമാണ് ക്ഷമക്ക് അള്ളാഹു നൽകുന്ന ഒരു കാര്യം. മറ്റുള്ള സംഗതികളുടെയൊക്കെ പ്രതിഫലം ഏകദേശം പറഞ്ഞിട്ടുണ്ട്, തിട്ടാൻ. പക്ഷെ ക്ഷമയെക്കുറിച്ച് അങ്ങനെയല്ല പറയുന്നത്. സൂറത്ത് സുമറിന്റെ 10-ാമത്തെ വാക്യം, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമാശീലർക്ക് അവരുടെ പ്രതിഫലം കൊടുക്കുന്നത് കണക്കില്ലാതെയാണ്. വിശദീകരിക്കാൻ സമയമല്ല, ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. പരീക്ഷണങ്ങളിൽ വിജയത്തിന്റെ ചവിട്ടുപടികൾ കയറാൻ തീർച്ചയായിട്ടും ക്ഷമ വേണ്ടി വരും. എന്ത് പരീക്ഷണം ഉണ്ടെങ്കിലും അവിടെ വിജയം നേടാൻ ക്ഷമ വേണ്ടി വരും. നമ്മൾ ആലോചിച്ച് നോക്കുക, വബശ്ശിരി സ്വാബിരീൻ, ഖുർആന്റെ ഒരു പ്രയോഗം, അൽ ബഖറയുടെ 155. അത് തുടക്കം മുതൽ നമ്മൾ പലപ്പോഴും കേട്ടതാണ്, അല്ലേ? വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ. വബശ്ശിരി സ്വാബിരീൻ, പ്രയാസങ്ങളുടെ വർണ്ണനയാണ്. നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും. വലനബലുവന്നകും, നിങ്ങളെ പരീക്ഷിക്കും. ബിശൈഇൻ മിനൽ ഖൗഫി, പേടി തരും. SIR വരും, പൗരത്വ നിയമം വരും. വൽ ജൂഇ, വിശപ്പുണ്ടാകും. വനഖ്സിൻ മിനൽ അംവാലി, സമ്പത്തിന് ഛേദം വരും. വൽ അൻഫുസി, മരണം സംഭവിക്കും ബന്ധത്തിലും മിത്രങ്ങളിലും. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, ഫലങ്ങൾ നശിക്കും. നല്ല ഉഷാറിൽ കൃഷി ചെയ്ത് നന്നായിട്ട് വളഞ്ഞ് കാത്തുകാത്തിരിക്കണ സമയത്തായിരിക്കും ഇതേന് ഇപ്പോൾ വന്നു, ഇനി ഒരിക്കലും റംബുട്ടാൻ തിന്നാൻ പാടില്ല എന്നൊരു റിപ്പോർട്ട് വരിക. പോയി വിപണി മൂല്യം തകർന്നു, വെറുതെ എടുത്താലും വേണ്ട എന്ന് പറയും. നന്നായിട്ട് മാവ് കൃഷി നടത്തി, എത്ര മെനക്കെടണം. പാലക്കാടൊക്കെ പോയാൽ കാണാം നമുക്ക്, എത്ര മെനക്കെടണം. ഇവിടെ ഞാൻ പാലക്കാട് പോയ സമയത്ത് ഒരു സഹോദരനെ കണ്ടപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു, മാവൊക്കെ നല്ല പൂത്തിട്ടുണ്ട്. ഇത് വരക്കണം, കാരണം മാമ്പൂവും കുട്ടികളെയും കണ്ടു കൊതിക്കരുതെന്നൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിലുള്ള ഒരു ചൊല്ല്. നല്ല പൂത്തിട്ടുണ്ട്, ഒരു കാർമേഘം വന്നാൽ മതി, സമറാത്ത് കുറയും. അപ്പോൾ അദ്ദേഹം ദ്വാരക്കാൻ പറയണം, പ്രോഗ്രാമിന് വന്നിട്ട് അദ്ദേഹം കൈ പിടിച്ചിട്ട് പറയണം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ മാവ്? എനിക്ക് മാവിൻ്റെ കൃഷിയാണ്, കുറേ തൈകളുണ്ട്, മൊത്തം നല്ല പൂത്തിട്ടുണ്ട് ഉസ്താദെ, നഷ്ടം ഇതുവരെ നികത്തിയിട്ടില്ല, ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം. അപ്പോൾ ദ്വാരക്കണം എന്ന മൂപ്പരാളുടെ വാദം. സത്യമായിട്ടും പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു കാർമേഘം വരിക, മൊത്തം കരിഞ്ഞു പോകും. അല്ലെങ്കിൽ മാങ്ങ പഴുത്ത് മൂപ്പത്തി പറിച്ച് നല്ല വില ഉണ്ട്, കിലോയ്ക്ക് 200 കിട്ടുന്നുണ്ട്. ആചാര്യ നല്ല മാങ്ങകളൊക്കെ ഉണ്ടല്ലോ, ആ സമയത്തായിരിക്കും എവിടെയോ നിപ്പോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ആവലാണിത്, അതുകൊണ്ട് ഇനി ഫ്രൂട്ട്സ് കഴിക്കരുത് എന്ന് വരികയാണ്. സമറാത്തിന് കുറവ് വരും. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷം അറിയിക്കണം. എല്ലാ പ്രയാസത്തിൻ്റെയും പിറകെ എളുപ്പം വരുമെന്നാണ് ഖുർആന്റെ ഒരു തിയറി. നമുക്കറിയാലോ, സൂറത്തുൽ ഇൻഷിറാഹിൽ വഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഉസ്ർ ഞെരുക്കത്തോടൊപ്പം പ്രയാസത്തോടൊപ്പം എളുപ്പം ഉണ്ടാകും. ആ ഒരു ബോധം ഉണ്ടാകുമ്പോൾ ജീവിക്കാൻ നല്ലൊരു സന്തോഷം ഉണ്ടാവുന്നു, പ്രതീക്ഷ ഉണ്ടാവും. എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും ആത്മഹത്യയിലേക്ക് പോകൂല, തൊലാഖിലേക്ക് എത്തൂല. കാരണം ഈ ഒരു ഞെരുക്കം തീരും. ഗുഹയ്ക്കപ്പുറം വെളിച്ചമുണ്ടെന്ന ബോധം അവനുണ്ടാകും. അനന്തമായി ഗുഹ നീളന്നെന്ന് വിചാരിക്കുമ്പോഴേ ഇന്ന കെട്ടിത്തൂങ്ങാന്ന് വിചാരിക്കുള്ളൂ. നേരെ മറിച്ച് ഇതിനപ്പുറം വെളിച്ചമുണ്ടെന്ന ബോധം വന്നാൽ തീർച്ചയായും അവൻ ക്ഷമ കാണിക്കും. അതോടുകൂടെ തന്നെ ആത്യന്തികമായി അവൻ വിജയിക്കുകയും ചെയ്യും. നല്ല മനക്കരുത്തും നിശ്ചയദാർഢ്യവും ഉണ്ടാവും ക്ഷമാശീലർക്ക്. വലിമൻ സബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറയുടെ 43-ാമത്തെ വാക്യം.
ഒരുത്തൻ ക്ഷമിച്ചു, അപ്രകാരം തന്നെ അവൻ പുറത്തു കൊടുക്കുകയും ചെയ്തു. പ്രധാനമാണ് കേട്ടോ. നമ്മുടെ സഹോദരനിൽ നിന്ന് എന്തോ പ്രശ്നമുണ്ടായി, അതോടെ തീർന്ന് കഥ, അവൻ്റെ ജീവിതം എന്ന രീതിയിലേക്ക് മാറാൻ പറ്റുമോ? നമ്മൾ ഇന്നലെ റിപ്പോർട്ട് കാണുന്നുണ്ട്, ഏതോ ഒരു കളക്ഷൻ ഏജന്റിനെ കൊണ്ടുപോയിട്ട് ഈ കൈവരിയിൽ ഈ കഴുത്ത് ഞെക്കിയിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നത്. വസ്തുത നമുക്കറിയില്ല. ഇയാൾ പറയുന്നുണ്ട്, എന്നെ കഴുത്ത് ഈ കൈവരിയിൽ അല്ലെ, ഈ റോഡിലേക്ക് ആൾ ഇറങ്ങാതിരിക്കാൻ വെച്ച ഇരുമ്പിന്റെ പൈപ്പിൽ കഴുത്ത് ഞെക്കിയിട്ട് അമർത്തി കൊല്ലാൻ ശ്രമിക്കുന്നത്. അവന്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ടാകും. ഒന്ന് ക്ഷമിച്ചാൽ, പൊറുത്താൽ, അത് നല്ല ദൃഢമായ പ്രവർത്തനമാകുന്നു, നിശ്ചയദാർഢ്യം ഉണ്ടാവുന്നു, നല്ല മനക്കരുത്തും സങ്കീർണതകളെ നേരിടാനുള്ള ശക്തിയും വരുന്നു ക്ഷമിക്കുന്ന ആളുകൾക്ക്. അങ്ങനെ എടുത്തുചാട്ടം പാടില്ല എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കുക. ക്ഷമയെക്കുറിച്ച് ഖുർആൻ അല്ലെങ്കിൽ റസൂൽ തങ്ങൾ പഠിപ്പിക്കുന്നത് അതൊരു പ്രകാശമാണെന്നാണ്. അസ്സബ്റു ദിയാഉൻ, ഹബീബായ റസൂൽ തങ്ങൾ പറയുന്ന ഹദീസ് ഇമാം മുസ്ലിം തങ്ങൾ നിവേദനം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വിസ്തരിക്കണ്ടല്ലോ, നമുക്കറിയാം. മികച്ചൊരു ദാനമാണ് ക്ഷമ എന്നും ഹദീസിലുണ്ട്. ഒരാൾക്ക് ലഭ്യമായിട്ടില്ല ഏറ്റവും വിശാലവും വിസ്തൃതവും ശ്രേഷ്ഠവുമായിട്ടുള്ള ഒരു ദാനം ക്ഷമയല്ലാതെ. അപ്പോൾ ഒരു മനുഷ്യന് ക്ഷമാശീലം ആർജിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് അവന് ലഭ്യമാകുന്ന ഏറ്റവും നല്ല, ഏറ്റവും മനോഹരമായ, ഗുണപ്രദമായ ഒരു ഹദിയയാണ്, അവന് കിട്ടാവുന്ന ഒരു വലിയ സംഗതിയാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഏറ്റവും ആത്യന്തികമായി ഒരു വിശ്വാസിയുടെ പരമമായ ലക്ഷ്യം എന്താണ്? സ്വർഗപ്രവേശം നേടണം, നരകത്തിൽ നിന്ന് ദൂരെയാവണം. അതിനാണ് അവൻ്റെ അധ്വാനം. ആ ഒരു പ്രതീക്ഷയാണ് വിശ്വാസിയെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ മലപ്പുറത്ത് യുക്തിരഹിതരുടെ സമ്മേളനം വരുന്നുണ്ട്. അവരുടെ പ്രമേയം കോപ്പയാണ്. യുക്തിരഹിതരുടെ സമ്മേളനം, കോപ്പയാണ് അവരുടെ സമ്മേളനത്തിന്റെ പ്രമേയം. എന്താ കോപ്പ? കൊതിപ്പിക്കലും പേടിപ്പിക്കലും. ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി പലപ്പോഴും രവിചന്ദ്രൻ സിയെ പോലെയുള്ള തീരെ തലക്കകത്ത് ആൾപ്പാർപ്പില്ലാത്തവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണിത്. ഇസ്ലാം കൊതിപ്പിക്കലും പേടിപ്പിക്കലുമാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇസ്ലാം കൊതിപ്പിക്കലും പേടിപ്പിക്കലും തന്നെയാണ്. ആർക്കത് അരോചകമായി തോന്നിയാലും വസ്തുത അതാണ്. മാതാവിനെ കൊണ്ടൊരു ഉപകാരമില്ലാത്ത വാർദ്ധക്യ സഹജമായ അവശതകളെല്ലാം അനുഭവിക്കുമ്പോൾ അവരെ കൊണ്ട് ഒരു ഉപകാരമില്ല, നഷ്ടം മാത്രം. ഇടക്കിടക്ക് ഡോക്ടറെ കൊണ്ടുപോകണം, ഇടക്കിടക്ക് അത് കുറഞ്ഞു ഇത് കുറഞ്ഞു എന്ന് വരും, സമയം കുറേ നഷ്ടപ്പെടും. അതിൻ്റെ ഇടയ്ക്ക് വീണിട്ട് കാല് പൊട്ടും, 2 ലക്ഷം ചിലവാകും. ആ കാല് പൊട്ടിയിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് തിമിരത്തിന്റെ സർജറിക്ക് ഡേറ്റ് കുറിച്ച് തരും, ചുരുങ്ങിയത് 40,000. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് 6 മാസം കഴിഞ്ഞ് മറ്റേ കണ്ണുമായിട്ട് വരണം എന്ന് പറയും. അപ്പോഴേക്ക് 45,000 ആയിട്ടുണ്ടാവും. ഒരു ഉപകാരമില്ലാത്ത ഈ പുരാവസ്തു യുക്തിവാദി എന്തിനാ പരിഗണിക്കണത്? കൊണ്ടുപോയി ഒഴിവാക്കൂലേ? അതാണല്ലോ ഗോപിനാഥ് മുതുക്കാട് പറഞ്ഞത്. അയാൾ സ്കാൻഡിനേവിയൻ നാടുകളിലേക്ക് പ്രോഗ്രാമിന് പോയപ്പോൾ വൃദ്ധന്മാരും വൃദ്ധകളുമായിട്ടുള്ള ഒരു പട കേൾക്കാൻ വന്നു എന്ന്, വീൽ ചെയറിൽ. ഇതെന്താ അത്ഭുതത്തോടുകൂടെ അയാൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ 2 കുടുംബം ഒന്നിച്ചൊരു വീട്ടിൽ പാടില്ല എന്നാണ് തീരുമാനം. അതുകൊണ്ട് സ്വന്തം മകൾക്ക് 8-9 വയസ്സായാൽ അമ്മയെയും അച്ഛനെയും ഒഴിവാക്കുന്നു. അങ്ങനെ ഒഴിവാക്കുന്ന ആളുകൾ താമസിക്കുന്ന ഷെൽട്ടറിൽ നിന്ന് ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ആനന്ദം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് അവർ കൊണ്ടുവരുന്നതാണ് ഇത്തരം ആളുകളെ. നല്ല ജോലി ചെയ്തവർ, നല്ല പണം ഉണ്ടായിരുന്നവർ, മക്കളെ പൊന്നുപോലെ സംരക്ഷിച്ചവർ, ഒരു സംരക്ഷണം, സഹായം ആവശ്യമായ സന്ദർഭത്തിൽ വൃദ്ധസദനങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തേ മുസ്ലിം ലോകത്ത് ഒരു ഒറിജിനൽ മുസ്ലിമിന് കൊന്നാലും അതിന് സാധിക്കാതെ വരുന്നത്? കോപ്പേ. ഈ മാതാവിനെ എത്രമേൽ നീ മാനിക്കുന്നോ, സ്നേഹിക്കുന്നോ, സഹായിക്കുന്നോ അതനുസരിച്ചാണ് നിന്റെ വിജയമെന്ന പ്രതീക്ഷ. കൊതിപ്പിക്കൽ. മാതാവിനെ അവഗണിക്കുന്നോ, കഠിനമായ ശിക്ഷയ്ക്ക് വിധേയനാവേണ്ടി വരുമെന്ന പേടിപ്പിക്കൽ. ഇതത്ര മോശമൊന്നുമല്ല. നാളെ ഫുൾ ഹോംവർക്ക് ചെയ്തു വരുന്നവർക്ക് ഞാൻ സമ്മാനം തരും എന്ന് പറഞ്ഞാൽ ഏത് മനഃശാസ്ത്രപ്രകാരമാണ് ആ ടീച്ചറുടെ ആ ഒരു നടപടി മോശമായി തീർന്നത്? ഏത് മനഃശാസ്ത്രപ്രകാരം? പരീക്ഷയ്ക്ക് മുഴുവൻ A+ കിട്ടിയ കുട്ടികൾക്ക് ഞാൻ നല്ല സമ്മാനം തരുമെന്ന് ഒരു പ്രധാന അധ്യാപകൻ പ്രഖ്യാപിക്കുന്നത് ഏത് മനഃശാസ്ത്രപ്രകാരമാണ് മോശമാവണത്? അല്ലെങ്കിൽ ഏത് സാമൂഹിക ശാസ്ത്രപ്രകാരമാണ് മോശമാവണത്? തോറ്റ കുട്ടികളെ ഞാൻ
പരിഗണിക്കൂല എന്നൊരു സ്നേഹസമ്പന്നനാകുന്ന ഉസ്താദ് പറയണേൽ ആ കുട്ടി എത്രമേൽ അത് സ്വാധീനിക്കും? പടച്ചറബ് ഏറ്റവും സ്നേഹസമ്പന്നനാണ്. നിങ്ങൾ നല്ലോണം ജീവിക്കണം, മാതാവിനെ മാനിക്കണം എന്ന് പറയുമ്പോൾ മാനിക്കാതിരുന്നാൽ നിങ്ങളെ ഞാൻ പരിഗണിക്കൂല എന്ന് റബ്ബ് തആല പറയണേൽ അത് ഏത് ധർമ്മശാസ്ത്രം അനുസരിച്ചാ മോശാവണത്? മനുഷ്യൻ എപ്പോഴും സത്യസന്ധനാവാൻ ഈ കോപ്പ വേണം, മനുഷ്യൻ സഹായിയാവാൻ ഈ കോപ്പ വേണം, മനുഷ്യൻ ഏതൊരു സാധുവിനെയും പരിഗണിക്കുന്ന തലത്തിലേക്ക് ആർദ്രനാവാൻ ഈ കോപ്പ വേണം. അങ്ങനെ ഓരോ നന്മയ്ക്കും കോപ്പ വേണം. ഇത് മേലാകാശം താഴെ ഭൂമി, എങ്ങനെങ്കിലും അടിച്ചു പൊളിച്ച് സെക്സ് നടത്തിയിട്ട് ജീവിച്ച് തീരണം എന്ന് വിചാരിക്കുന്നവർക്ക് കോപ്പ വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷെ പരിഹസിക്കാൻ വരണ്ട, കോപ്പയാണ് ഈ സമൂഹത്തെ, ഈ മനുഷ്യവംശത്തെ ഇതുവരെ നിലർത്തിക്കൊണ്ടുവന്നത്. കഠിനാധ്വാനം ചെയ്ത് MBBS പഠിക്കണത് എന്തിനാ? ജോലി കിട്ടും കരുതിയിട്ട്. ജോലി കിട്ടിയാൽ ജീവിതം സുരക്ഷിതമാകും. ഈ ഒരു കൊതിപ്പിക്കലില്ലെങ്കിൽ ആരാ നേരം വെളുക്കോളം ഫയൽ ചെയ്ത് കഠിനമായി അധ്വാനിച്ച് ഉറക്കൊഴിച്ച് പഠിച്ച് ഡോക്ടറാവാൻ ശ്രമിക്കുക? എന്നിട്ട് ഇസ്ലാം കോപ്പയാണെന്ന് മലപ്പുറത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് സമ്മേളനം നടത്തുക. മലപ്പുറം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എന്താണ് തലകുത്തി മറിക്കേണ്ടതാണെന്നാണല്ലോ കുറേ ആളുകളുടെ ഒക്കെ വിചാരം. ഏതെങ്കിലും ഒരു മുസ്ലിം തിരുനാവായയിൽ നടക്കുന്ന കുംഭമേള എതിർത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ. ഗവൺമെന്റ് ചില രീതികൾ അവിടെ ശരിയല്ല എന്ന് തോന്നിയിട്ട് അതിന് ചില ബാൻ നടത്തി എന്നുള്ളത് ശരിയാണ്. അത് ഗവൺമെന്റ് മുസ്ലിമാ? അല്ലെങ്കിൽ മുസ്ലിങ്ങളാരും ഭരിക്കണതെങ്കിൽ പോലും നമ്മുടെ നിയമം അനുസരിച്ച് അങ്ങനെ ഒരു തീരുമാനം ഗവൺമെന്റ് എടുക്കണ്ടേ? അത് ഏത് ടീമിനെതിരെയും എടുക്കണ്ടേ? അത് പരിഹരിച്ചു, അതോടുകൂടെ സമ്മതം കൊടുത്തു. അപ്പൊ എന്താ പറഞ്ഞുണ്ടാക്കിയത് കുറെ ആളുകൾ? എന്തേ മലപ്പുറത്ത് നടത്തൂല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നടന്നില്ലേ? ആരാ മലപ്പുറത്ത് നടത്തൂല എന്ന് പറഞ്ഞത്? ഇന്ന് 5 മണിക്ക് പോലും അടുത്ത ക്ഷേത്രത്തിൽ നിന്ന് ആ രാവിലെയുള്ള സുപ്രഭാതം പാട്ട് കേട്ടിട്ടുണ്ട് ഞാൻ. മലപ്പുറത്താന്ന് കരുതിയിട്ട് അതിനൊക്കെ ആരെങ്കിലും മൈക്ക് പറിച്ചിട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്രമേൽ സൗഹൃദം വേറെ ഏത് നാട്ടിലുണ്ട്? അതുകൊണ്ടല്ലേ ഈ BJPയുടെ നേതാവാകുന്ന ആ ഒരു സ്ത്രീ തന്നെ പറഞ്ഞത്, കുംഭമേള തുടങ്ങിയപ്പോൾ ഇങ്ങനൊന്നുമല്ല വിചാരിച്ചത്. അപ്പം നാട്ടുകാർ ഭയങ്കര സഹായം, നിങ്ങൾക്ക് ഞങ്ങളുടെ ഭക്ഷണം പറ്റുമോ എന്ന് ചോദിച്ചിട്ട് കൊണ്ടുവന്ന് തരികയാണ് എന്നാണ് അവർ പറയണത്. ഇതാണ് മലപ്പുറം, ഇതാണ് ഒറിജിനൽ മലപ്പുറം സ്റ്റോറി, ഇതാണ് ഒറിജിനൽ കേരള സ്റ്റോറി. കേരള സ്റ്റോറിയുടെ 2ാം ഘട്ടം വരികയാണല്ലോ. 35,000 പെൺകുട്ടികളെ അടിച്ചു മാറ്റിയിട്ട് ഇസ്ലാമിലേക്ക് ചേർത്ത് അവരെ സിറിയയിൽ കൊണ്ടുപോയി എന്നാണ് പറയാൻ പോണത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ, വിദ്വേഷം വമിപ്പിച്ചുകൊണ്ടിരിക്കെ, എന്താ മലപ്പുറം ഉത്തരേന്ത്യയിൽ നിന്നും കാശ്മീരിൽ നിന്നും വന്ന അഘോരികൾക്കൊക്കെ മനസ്സിലായി എന്നല്ലാതെ എന്താ അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടായേ? അവിടെ സർവത്തം കച്ചവടം വിറ്റു മലപ്പുറത്തെ കുറെ ആൾക്കാർ. അവിടെ ജിലേബിട്ടായി ഉണ്ടാക്കി വിൽക്കാൻ ശ്രമിച്ചു മലപ്പുറത്തെ കുറെ ആൾക്കാർ. അതല്ലാതെ എന്ത് നഷ്ടമുണ്ടായിന്ന്? എടുത്തുചാട്ടം തന്നെ എല്ലാവരും ശീലമാക്കുന്ന ഈ കാലത്ത് നമ്മൾ ക്ഷമയെക്കുറിച്ച്, സഹനത്തെക്കുറിച്ച് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണം. മനുഷ്യമാംസം തിന്നുന്നവരാണെന്നാണ് അഘോരികളെ കുറിച്ച് പറയുന്നത്. അങ്ങനെ കുറെ റിപ്പോർട്ടുകളുണ്ട്. അവർ തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. അല്ലാഹു അലം, നമുക്കതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവർ ഈ വാരി ശരീരത്തിലാകിടുന്നത് ഈ ചതയിലെ ഭസ്മാണെന്നാണ്. നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് അവരുടെ ആചാരത്തിൻ്റെയും അവരുടെ പ്രത്യേകമായ വിശ്വാസത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ഭാഗമാണെങ്കിൽ മറ്റൊരാൾക്ക് ശല്യമില്ലാത്ത കാലത്തോളം അത് തുടർന്നോട്ടെ. അവരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്നതും ഒരു സംസ്കാരമാണ്. പക്ഷേ ബീഫ് തിന്നു എന്ന് പറഞ്ഞുമ്പോഴത്ത് തല്ലുകൊല്ലുന്ന ആളുകൾ മനുഷ്യമാംസം തിന്നുക എന്ന് പറയുന്നവരുടെ മുന്നിൽ ആദരപൂർവ്വം നിൽക്കുന്നതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് പലരും. മുസ്ലിം ആകട്ടെ, ഹൈന്ദവനാവട്ടെ, ക്രൈസ്തവനാവട്ടെ, ആരും അത്തരം പ്രകോപനങ്ങളിൽ വശംവദരാവരുതെന്നും എല്ലാ സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും ക്ഷമാപൂർവം വിട്ടുവീഴ്ച ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതാണ് ക്ഷമയുടെ ഏറ്റവും നല്ല മൂല്യമെന്നും നമ്മളെല്ലാവരും ഒന്നിച്ച് മനസ്സിലാക്കണം. സ്വർഗമാകുന്ന വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിനും ക്ഷമയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. സൂറത്തുർ റഅദിന്റെ 24-ാമത്തെ വാക്യം, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സർവരക്ഷയും
കയറിക്കോളൂ സന്തോഷത്തോടു കൂടെ സ്വർഗത്തിലേക്ക്. എന്തേ കാര്യം? ബിമാ സബർത്തും, നിങ്ങൾ സഹനം ശീലിച്ചവരാണ്, നിങ്ങൾ ക്ഷമ കൈകൊണ്ടവരാണ്. ക്ഷമിച്ച് സഹനം നടത്തി ഇബാദത്തുകളിൽ പൂർണ്ണത വരിച്ച് നല്ല വിശ്വാസം വെച്ച് പുലർത്തി ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരായി അള്ളാഹു നമ്മയൊക്കെയും സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.